ഇന്ന് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് വിശുദ്ധ യൗസേപ്പിന്റെ വർഷത്തോടനുബന്ധിച്ച് ഒരു 15 കാര്യങ്ങൾ മാർപ്പാപ്പ പൂർണ്ണ ദണ്ഡവിമോചനത്തിന് വേണ്ടി പറഞ്ഞതിൽ ഒന്നായ സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപത്തെക്കുറിച്ച്, കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനാത്മകമായി അരമണിക്കൂറെങ്കിലും സമീപിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയും പ്രകാരം നമ്മൾ ഇന്ന് അരമണിക്കൂർ കൂടുതൽ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപത്തെ ഒന്ന് ധ്യാനാത്മകമായി സമീപിക്കുകയാണ്. ഈ ധ്യാനത്തിന് നമ്മളെ സഹായിക്കുന്നത് മുപ്സിസ്റ്റിയയിലെ തേദോർ എന്ന വേദപണ്ഡിതന്റെ ഭാഷ്യമാണ്. അദ്ദേഹം പല ക്രൈസ്തവ സംബന്ധിയായ ഒരുപാട് ഭാഷ്യങ്ങൾ ഇപ്രകാരം രചിച്ചിട്ടുണ്ട്. 350 മുതൽ 428 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലം. അന്ത്യോഖ്യയിലെ ബിഷപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ തിയഡോർ ഓഫ് അന്ത്യോഖ് എന്നും, അദ്ദേഹം ദിവ്യരഹസ്യങ്ങളുടെ വ്യാഖ്യാതാവായിരുന്നു എന്ന കാരണത്താൽ തിയഡോർ ദ ഇന്റർപ്രറ്റർ എന്നും വിളിക്കപ്പെടുന്നു. നമ്മുടെ സീറോ മലബാർ സഭയുടെ പശ്ചാത്തലത്തില് അദ്ദേഹത്തിന്റെ വേദപാരംഗത നമ്മൾ വളരെയേറെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വയ്യ. ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുർബാന ക്രമത്തിലെ അനാഫറ, അദ്ദായി, മാറി എന്നീ അനുഗ്രഹീത ശിഷ്യന്മാരുടേതാണ് എന്ന് ആമുഖത്തിൽ വിശുദ്ധ കുർബാനയുടെ ടെക്സ്റ്റിന്റെ തക്സായുടെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്നാൽ ഈ അനാഫറകളല്ലാതെ മറ്റ് 2 അനാഫറകളും കൂടി ഉണ്ട്. ആ അനാഫറകള് യഥാർത്ഥത്തിൽ അതിനൊരു ചരിത്രമുണ്ട്. നമ്മൾ തേദോറിലേക്കാണ് വരുന്നത്. 1599 ഈ ഒന്നാമത്തെ അനാഫറയായിരിക്കുന്ന അദ്ദായി, മാറി എന്നീ അനുഗ്രഹീത ശിഷ്യരുടെ അനാഫറ മാത്രം മതി എന്ന് വെച്ചത്. അതിന്റെ കാരണങ്ങളും നിങ്ങൾക്കറിയാം. നമ്മുടെ പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള കുർബാന ക്രമത്തിന് നിർത്തലും പരിഷ്കരണവും ഒക്കെ ഇഷ്ടപ്രകാരവും അല്ലാതെയും ഒക്കെ വന്ന ഒരു സാഹചര്യമായിരുന്നു അത്. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ 1957 12ാം പിയൂസ് മാർപ്പാപ്പ ഈ കുർബാനക്രമത്തില് എന്തായിരുന്നുവോ ഉണ്ടായിരുന്നതും എന്നാൽ 1599 നിർത്തലാക്കിയതും അത് പുനരുദ്ധരിക്കാൻ അനുമതി നൽകി. 1962 പൗരസ്ത്യ തിരുസംഘം അക്കാര്യം ഓർമ്മിപ്പിക്കുകയും അതിനുള്ള പ്രേരണ കൊടുക്കുകയും ചെയ്തു. പക്ഷെ നമ്മളെ പറയുന്ന മാതിരി എളുപ്പമല്ല. 83 വരെയും അതങ്ങനെ പ്രേരണയിലും പല വിധത്തിലുള്ള ഗവേഷണങ്ങളിലും ഒക്കെ ആയിരുന്നു. എങ്കിലും 89 അത് നടപ്പിലാക്കാനുള്ള ശ്രമം തുടങ്ങി. 2012 അതിന് സിനഡ് അംഗീകാരം നൽകി. അങ്ങനെ അത് പ്രസിദ്ധീകൃതമായി. ഇതിനെ നമ്മൾ 2ാമത്തേതും 3ാമത്തേതുമായ അനാഫറകൾ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിൽ 2ാമത്തേത് ഈ തിയഡോറിൻ്റെതാണ്. അതുകൊണ്ട് വളരെയേറെ പ്രാധാന്യം സിദ്ധിക്കുന്ന ഒരു ദൈവശാസ്ത്ര വീക്ഷണത്തിന്റെ ഉടമയാണ് അദ്ദേഹം എന്ന് പറയാതെ വയ്യ. ഈ അനാഫറകളെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദായി, മാറി എന്നിവരുടെ നിങ്ങൾക്ക് ചിരപരിചിതമാണ്. എല്ലാ ദിവസവും കേട്ടും കണ്ടും വായിച്ചും പഠിച്ചും നമുക്കറിയാം. അതിന്റെ ഒരു വികസിതവും പരിപക്വം എന്ന് പറഞ്ഞുകൂടാ. കാരണം അതങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് ദൈവശാസ്ത്രം. അത് ഈ കണ്ടെത്തലുകളും എല്ലാം മതി. അപ്പോൾ വികസിതമായ ദൈവശാസ്ത്രപരമായി കുറെ കൂടി ഉന്നതമായ
ഒരു അനാഫറയാണ് ഈ തയദോറിൻ്റെത് എന്ന് പറയുന്നത്. അപ്പോ മംഗലവാർത്ത കാലത്തിലെ 1-ാം ഞായർ മുതൽ ഓശാന ഞായർ ഉൾപ്പെടെ, അതായത് ഇപ്പോൾ ഉള്ള ഇതിലെ തയദോറിൻ്റെതിനുള്ള അനുവാദം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനുശേഷം നെസ്തോറിയസിൻ്റെതാണ്, അത് വളരെ ചുരുങ്ങി 5 ദിവസങ്ങളിലേക്ക് മാത്രമാണ് പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. ഇത് രണ്ടും ഓപ്ഷണൽ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല. തയദോറിനെ സംബന്ധിച്ച് പറഞ്ഞാല് ഞാൻ പറഞ്ഞു, ദൈവശാസ്ത്രപരമായി കുറെ കൂടി ഉന്നതവും ആലങ്കാരികത കൂടുതലുള്ളതും മനോഹരവുമായ അനാഫറകളാണ് അദ്ദേഹത്തിൻ്റെത്. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുക, ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് ഇതിന്റെ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുക. സുബാറ 1-ാം ഞായർ, മംഗലവാർത്തയുടെ 1-ാം ഞായർ മുതൽ ഓശാന ഞായർ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലാണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോ ഗഹാന്ത, ഇതിനകത്തെ ഒരു ഗഹാന്തയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിന്റെ ഈ അലങ്കാരം എത്രമാത്രം മനോഹരമാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവും കർത്താവും എന്ന അങ്ങാകുന്നു. അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതിയർപ്പിക്കാൻ അർഹരാക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ പിതാവായ ദൈവമേ, അങ്ങയുടെയും അങ്ങയുടെ ഏകജാതനായ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെയും മുമ്പാകെ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വിശുദ്ധരുടെ ഗണങ്ങൾ സുസ്ഥിരമായ മനസ്സോടെ അങ്ങയുടെ മഹനീയമായ തിരുനാമത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നു. നമ്മൾ വളരെ ചുരുക്കത്തിൽ ഈ അദ്ദായി മാറിയിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കമനീയമായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്, വളരെ മനോഹരമാണ്. ഈ മനോഹാരിത ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ഈ മനോഹാരിത എന്നാൽ യുഗാന്ത്യോന്മുഖത വളരെ പ്രസ്പഷ്ടമായിട്ട് ഈ കർത്തൃ പ്രാർത്ഥനയുടെ വിശദീകരണത്തിലും ദൃശ്യമാണ്. നമ്മുടെ ഈ സീറോ മലബാർ സഭയുടെ കുർബാനയുടെ ഒരു സമ്പന്നത എന്താണെന്ന് വെച്ചാൽ, തമാശായിട്ടെങ്കിലും പലരും പറയാറുണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ്. ഈ കിഴക്കോട്ട് തിരിയുന്നതിന്റെ കാര്യം തന്നെ യുഗാന്ത്യോന്മുഖതയാണ്. കിഴക്കുന്ന് വരും എന്നുള്ള പ്രതീക്ഷയും എന്ന് നമുക്ക് പറയാം. അപ്പോ തമ്പുരാൻ കർത്താവ് ആഗതനാകുന്ന യുഗാന്ത്യത്തിൽ അവിടുന്ന് വരുന്നതിനെ കാത്തുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ഒരു യുഗാന്ത്യോന്മുഖ തൽപരത ഉടനീളം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഉടനീളം ദൃശ്യമാണ്. 1-2 തവണയല്ല. അതിന്റെ ഒരു ചാക്രികമായ ഒരു ആവർത്തനം പലപ്പോഴും വരാറുണ്ട്. രക്ഷണീയ കർമ്മം, യേശുമിശിഹാ തമ്പുരാന്റെ പിറവി മുതൽ ആഗമനം തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങള്, പിറവി, അത് പീഡാസഹനം, വീണ്ടും യുഗാന്ത്യത്തിൽ അവിടുന്ന് വീണ്ടും വരുന്നത്, ഇത് പലകുറി നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്, ഓർമ്മിക്കുന്നുണ്ട്. ഇത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇഹലോക ജീവിതത്തെക്കാൾ ഉപരിയായി ആത്മീയ ജീവിതത്തിനും ആത്മീയമായ ഈ ഭൗതികമായ ജീവിതം ആത്മീയമായ ഒരു ഒരുക്കത്തിന്റെ വശമായും ഒരുക്കത്തിന്റെ സമയമായും സമീപിക്കുന്ന ഒരു ആധ്യാത്മികതയുടെ പാരമ്പര്യം ഉണ്ടായിരുന്നതല്ലുണ്ട്. അതുകൊണ്ട് തന്നെ നിയോഗങ്ങളെക്കാൾ ഉപരിയായി യോഗം നമ്മുടെ ഭാഗ്യമായിരിക്കുന്ന സ്വർഗഭാഗ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള തീർത്ഥാടക സഭയുടെ അംഗങ്ങൾ എന്ന നിലയ്ക്കാണ് നാം ബലിപീഠത്തെ സമീപിക്കുന്നത്. ഈ സമീപനം തയദോറിന്റെ കർത്തൃ പ്രാർത്ഥനയുടെ വ്യാഖ്യാനത്തിലും പ്രസ്പഷ്ടമാണ്. അദ്ദേഹം ഒരു വേള നമ്മൾ നാളിതുവരെ കേൾക്കാത്ത തരത്തിലുള്ള, നാളിതുവരെ കേൾക്കാത്തതെന്നൊന്നും പറഞ്ഞുകൂടാ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്നാൽ ഒരു പ്രത്യേക ആംഗിളിൽ മാത്രം വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഇവ ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നതിലൂടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ നിത്യ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തെ കുറിച്ചിട്ടാണ് തയദോർ ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ആരംഭിക്കാം. അപ്പൊ അതിന് ഇത് തയദോർ പറഞ്ഞത് അതേമാതിരി ഞാൻ പറയുകയല്ല.
അതിനകത്ത് രണ്ട് കല്ലിനിടയിൽ ഇച്ചിരി ചാന്ത് വെച്ചില്ലെങ്കിലും ഭിത്തി ശരിയാവില്ലല്ലോ. ചാന്ത് എന്റേതാണ്. അതുകൊണ്ട് അങ്ങനെയും അയാൾ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടി പോകും. പക്ഷെ പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിന്റെ കാതല് പിടിച്ചുകൊണ്ടായിരിക്കും ഞാൻ സംസാരിക്കുക. സ്വർഗസ്ഥനായ പിതാവേ എന്നത് ഞാൻ ഇവിടെ എടുക്കുന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 11-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചനം തൊട്ടിട്ടുള്ള ആ ഒരു സ്വർഗസ്ഥനായ പിതാവെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേതല്ല. തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, എന്നാലും അതിനൊരു ആമുഖമുണ്ട് എന്നുള്ളതിനാല അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നത് ആകസ്മികമായി ഈശോമിശിഹാ തമ്പുരാൻ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റിന്റെ ഒരു ആൻസറോ എന്നതിനേക്കാൾ ഉപരിയായി അതൊരു പ്രചോദന പ്രതികരണങ്ങളുടെ ആകത്തുകയാണ്. ഒരിടത്ത് യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണല്ലോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-1 തുടങ്ങുന്നത്. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ആരംഭം. നിർമ്മലവും സജീവവുമായ ഒരു മാതൃകയായി മനുഷ്യകുലത്തിന് മുമ്പാകെ യേശു മിശിഹാ തമ്പുരാൻ നിന്നു. അവൻ ദൈവോത്തരനാണെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിച്ച് എന്നല്ല. പ്രത്യുത അവൻ പ്രാർത്ഥിക്കുന്നത് അവർ കണ്ടു. എൻ്റെ ഒരു വീക്ഷണത്തിൽ അവർ കൊതിയോടെ നോക്കി. കാരണം പിതാവിനോട് സംസാരിക്കുമ്പോൾ അവന്റെ ഭാവം മാറുന്നതിനെ സംബന്ധിച്ച് താമ്പൂർമല സാക്ഷിയാണല്ലോ, യോർദാൻ നദി സാക്ഷിയാണല്ലോ. അതുകൊണ്ട് തന്നെ തന്റെ പിതാവിനോട് അവൻ സംസാരിക്കുമ്പോഴുള്ള ആ നൈർമല്യവും ദൈവികതയും പരിശുദ്ധിയും ഒക്കെ കണ്ട് അമ്പരന്ന് കൊതിയോടെ അവര് അവിടെ കാത്തു നിൽക്കുകയാണ്. അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കേൾക്കണം, ഞാൻ സുവിശേഷം ഒന്ന് എടുത്തു. അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ അവനോട് പറഞ്ഞു. അത് കഴിയുന്നതുവരെ അവർ കൊതിയോടെ നിന്നു. ഇതൊന്ന് സ്വായത്തമാക്കണം എന്ന ചിന്തയില്ല. ഇതിന്റെ ഒരു കോണ്ടംപററൈസേഷൻ എന്താന്ന് ചോദിച്ചാൽ, മനുഷ്യൻ പ്രാർത്ഥിക്കണമെങ്കിൽ അവൻ ആദരിക്കുന്നവൻ, അവൻ ബഹുമാനിക്കുന്നവൻ പ്രാർത്ഥിക്കണം. എൻ്റെ രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയട്ടെ. എൻ്റെ 6-ാമത്തെ വയസ്സിലാണോ എന്നെനിക്ക് അറിയില്ല. ഏതായാലും 10-ന് താഴെ എല്ലാവരും കുർബാന കഴിഞ്ഞു പോയപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു മാന്യനും അന്ന് ഒരു ഉദ്യോഗസ്ഥനുമായിരുന്ന, ബോംബെയിൽ ഒരു ഉദ്യോഗസ്ഥനുമായിരുന്ന, അന്ന് മരിച്ചുപോയി, വയസ്സായി മരിച്ചുപോയി ഒരു മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, കുർബാനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും. ഇത് 1966-ലോ അല്ലെങ്കിൽ 66-ന് മുമ്പ് ആണെന്ന് വിചാരിക്കണം. അപ്പൊ എത്രമാത്രം അപൂർവമാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ മനുഷ്യൻ ഞാൻ ആദരവോട് ചാച്ചനോട് വർത്താനം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ചാച്ചന്റെ ആ ഒരു വാല്യൂ ഞാൻ അങ്ങ് ഉയർത്തി കാണിച്ചു. ഒന്നും അല്ലെങ്കിലും ചാച്ചനോടൊക്കെ വർത്താനം പറഞ്ഞു എന്ന്. അപ്പോ ചാച്ചനുമായിട്ടുള്ള നോക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുർബാനയ്ക്ക് കൂടി. കുർബാന കഴിഞ്ഞതിന് ശേഷം ഞാൻ പിരിഞ്ഞു പോരേണ്ട സമയത്ത് എന്തോ കാരണവത്താ പള്ളിയിലെ അതിലേക്ക് തങ്ങി നിന്നതാണ്. ഞാൻ അമ്പരന്ന് പോയി. ആ മനുഷ്യൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു, കൈ കുത്തി പിടിച്ച്. ആരുമില്ല, എല്ലാരും പോയി. ആ അത്ഭുതം ഇന്നും എൻ്റെ കണ്ണിലുണ്ട്. അദ്ദേഹം വയസ്സായി മരിച്ചു എന്ന് കേട്ടപ്പോ ഞാനത് കാണുന്നവരോടൊക്കെ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവരെ അമ്പരപ്പോട് കൂടെ നോക്കി കാണാൻ എന്നെ പഠിപ്പിച്ച മനുഷ്യനാണ്. ഒന്നത് എന്നെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. രണ്ടാമത്തേത്, ഞാൻ ഒരു 10-20 വയസ്സ് എനിക്കുണ്ടാവും. അപ്പോ അത്യാവശ്യം ഒരു ചില്ലറ ജോലി കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് നഗരത്തിൽ. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തായിരിക്കുന്ന ഒരു വക്കീലുമായിട്ട് ഞാൻ
ഭയങ്കര കമ്പനി. ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ റൂമിൽ ഇരുന്ന് കൊന്ത എത്തിച്ചോണ്ടിരിക്കുക. ഞാനുള്ളത് പറയാലോ, എന്റെ ധാരണ അനുസരിച്ച് ഞാൻ കൊന്ത എത്തിക്കുന്നതിന് എതിരൊന്നുമല്ല, അന്നുമല്ല എന്നുമല്ല ഒരു കാലത്തുമല്ല. പക്ഷെ കൊന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊന്തമാസത്തിൽ ചെല്ലുന്നത്, പിന്നെ നമ്മുടെ വീട്ടിൽ ചെല്ലുന്നത്, അല്ലാതെ ഒരു മനുഷ്യൻ ഇതിനകത്തിരുന്ന് ഒരു കഥ കടച്ച് അകത്തിരുന്ന് ചൊല്ലുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് മനസ്സിലായിട്ടുമില്ല, ഞാൻ ഗ്രഹിച്ചിട്ടുമില്ല, സമീപിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആരാ ഇപ്പൊ കൊന്തയിരുന്നേ? എല്ലാവരും മരിച്ചിട്ടാണോ? അങ്ങനെയൊക്കെ ചെല്ലില്ല. അപ്പൊ അയാൾ പറഞ്ഞത് എന്നെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അയാൾ പറഞ്ഞു, എനിക്ക് മാതാവിനെ വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. എനിക്ക് മാതാവ് അടുത്തുള്ള മാതിരി തോന്നും ഈ കൊന്തയില്ല. ഇത് നിസ്സാരക്കാരനല്ല, LLM-ന് സെക്കൻഡ് റാങ്ക് കിട്ടിയ ആളാണ്. പിന്നീട് ഇത് LLB-ക്കും സെക്കൻഡ് റാങ്ക് ആയിരുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അവിടെ ഇരുന്ന് കിടന്ന് ചിന്തിച്ചു, ഇത്രയും വിവരമുള്ള ഈ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് നേരെ. ഞാനിത് പറയാൻ കാരണം, ഈ ഒരു വാക്കിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കടമപ്പെടുത്തൽ എത്രമാത്രമുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടി. ഒരു പ്രാർത്ഥന എത്രയോ പേരെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് അബദ്ധവശാലാണെങ്കിൽ നമ്മളെ വലുതായി കാണുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ മുമ്പാകെ നമ്മൾ നിർലജ്ജം പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രേരണ ഉണ്ടാകുന്നു എന്നതിന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:1 സാക്ഷി. അതിനുശേഷം അവരവന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ, അതൊരു ക്ലോസാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാര്യം? അത് ഇങ്ങനെ ഒരു പരിണിതപ്രജ്ഞരായ ഒരു ആളുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനോട് ഞാനത് പറയേണ്ട കാര്യം. കാരണം അന്നത്തെ പ്രാർത്ഥനാ സമ്പ്രദായം, അതിന്റെ ആലങ്കാരികത, ഓരോ പ്രാർത്ഥനാ സങ്കേതങ്ങളും സവിശേഷമാം വിധം വ്യത്യസ്തമായിരിക്കുന്നത് എപ്രകാരമാണ്, എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോ വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യരെ വാർത്തെടുത്തിട്ടുണ്ടെന്നും ഒരു പ്രത്യേക പ്രാർത്ഥനാ സങ്കേതം അവർക്കുണ്ടായിരുന്നുവെന്നും, ഒരു പ്രാർത്ഥനാ സങ്കേതം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആധ്യാത്മികതയാണ് നമുക്ക് മനസ്സിലാക്കണം. നീ എന്ത് പ്രാർത്ഥിക്കുന്നു അത് നീ വിശ്വസിക്കുന്നു, നീ എന്ത് വിശ്വസിക്കുന്നു അത് നീ പ്രാർത്ഥിക്കുന്നു, നമുക്കറിയാം. അപ്പൊ ഒരു സവിശേഷ ആധ്യാത്മികതയ്ക്ക് ഉടമയായിരുന്ന വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരെ പോലെ നീ അവരുടെ പ്രാർത്ഥന വളരെ, അവർ പ്രാർത്ഥിക്കുന്ന ഇവർ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇവർ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ, അവരുടെ പ്രാർത്ഥനയെ പോലെ സവിശേഷമായ ഒരു പ്രാർത്ഥന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഒന്നുകൂടി പറയും, ഈ യോഹന്നാൻ ഒരു പ്രത്യേകതയുണ്ട്. ഹി ഈസ് ദ എൻഡ്. തീർന്നു. പ്രവാചകന്മാർ എന്ന ഗ്രൂപ്പ്, എന്ന ഗണം അതോടുകൂടെ അവസാനിക്കുകയാണ്. ആ താവഴി, കൃത്യമായിട്ട് പറഞ്ഞു, അതാ മലയാളം, താവഴി അവസാനിക്കുകയാണ്. യോഹന്നാൻ വരെയായിരുന്നു നിയമവും പ്രവാചകന്മാരും. ക്രിസ്തു അവിതർക്കിതമായി പറഞ്ഞു വെച്ചു. ഈ യോഹന്നാൻ തന്നെ ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ ബുദ്ധിയിലെ പഴയ വീഞ്ഞാണ്. അത് പണ്ട് ഈ ആദ്യം തൊട്ടിട്ട് ഇങ്ങോട്ട്, മനുഷ്യകുലത്തിന്റെ ആദ്യം തൊട്ടിട്ട് ഇങ്ങോട്ട് സൃഷ്ടാവുമായിട്ടുള്ള അവന്റെ സംഭാഷണം വികാസ പരിണാമങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിന്റെ പരിപക്വമോ വികസ്വരമോ ആയ രൂപമാണ് വിശുദ്ധ യോഹന്നാന്റേത്. പക്ഷേ ക്രിസ്തു അതിനെ നിരാകരിക്കുക. കാരണം നിയമത്തിന്റെ കാലഘട്ടം തീർന്നു, ഇനി കൃപയുടെ കാലഘട്ടം. നിയമത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദൈവ മനുഷ്യ ബന്ധമല്ല കൃപയുടെ കാലഘട്ടത്തിലെ ദൈവ മനുഷ്യ ബന്ധം. അടിമ ഉടമ സമ്പ്രദായത്തിന്റെ കയ്പ് നിറഞ്ഞ അകത്തളങ്ങളിലല്ല
പ്രത്യുത പിതൃപുത്ര ബന്ധത്തിന്റെ വെളിച്ചം കടന്നു വരുന്ന പ്രഭാതങ്ങളിലാണ് ഇനി മനുഷ്യൻ അഭിരമിക്കുന്നത്. അതുകൊണ്ട് യേശു അതിനെ നിരാകരിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുടെ ദൈവ മനുഷ്യ ബന്ധത്തിന്റെ ഒരു പുതിയ ദിശയിലേക്ക് മനുഷ്യകുലത്തെ നയിച്ചു. ഇതാണ് സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന. അവിടെ ഉള്ളത് ഇതപര്യന്തമുണ്ടായിരുന്ന ബന്ധത്തിൽ നിന്ന് മാറി പുതിയൊരു ബന്ധത്തിന്റെ ഞാറ്റടിപ്പാട്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ളത് ദൈവ മനുഷ്യ ബന്ധത്തിന്റെ ചിരകാലം നിൽക്കേണ്ടുന്ന സർഗാത്മക സംഗീതമാണ്. അതുകൊണ്ട് അവിടെ ഒന്ന് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കും. യേശുമിശിഹാ തമ്പുരാൻ മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയാണ് വന്നത് എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ എന്ന് അവൻ കൈ ചൂണ്ടി പറഞ്ഞത് മനുഷ്യകുലത്തെ മുഴുവനാണ് എന്ന് നാം ഗ്രഹിക്കേണ്ടിയിരിക്കും. മനുഷ്യകുലത്തോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. കൃപയുടെ കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന പ്രാർത്ഥനാ സങ്കേതമല്ല. പ്രത്യുത ഇന്ന് ഈ കൃപയുടെ കാലഘട്ടത്തിൽ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമായിരിക്കുന്നതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. പ്രവാചക പ്രാർത്ഥനാ സങ്കേതങ്ങൾ കഴിഞ്ഞു. ദൈവപുത്രൻ തന്റെ തിരുനാവിൽ നിന്ന് ദൈവത്തെ വിളിക്കാൻ നമ്മെ പഠിപ്പിച്ചു. തേദോർ പറയുന്നത് അനുസരിച്ചിട്ട് വ്യാഖ്യാതാവായ തേദോർ ദ ഇന്റർപ്രറ്റർ അദ്ദേഹം പറയുന്നത് അനുസരിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന വാക്കിലാണ് ഈ ജപത്തിന്റെ മുഴുവൻ ആത്മാവ് അടങ്ങിയിരിക്കുന്നത്. ആ ഒരു ആണിക്കല്ലിന്മേലാണ്, മൂലക്കല്ലിന്മേലാണ് സകലവും പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ഒരൊറ്റ വാക്ക് നമ്മെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നീ എന്തായിരുന്നു? വീണുപോകാത്ത നിഷ്കളങ്കനായ മനുഷ്യനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അന്ന് ആരംഭിച്ചതല്ലേ പിതൃത്വം? ആണ്. പിന്നെ എന്താണ് നിനക്ക് സംഭവിച്ചത്? നീ എന്തുകൊണ്ട് ഭൂമിയിൽ ഈ ക്ലിഷ്ടതരമായ കാലാവസ്ഥയിലേക്കായി കാലഘട്ടത്തിലേക്ക് നിബന്ധിക്കപ്പെട്ടു? എന്തുകൊണ്ട് ഭൂമി നിനക്ക് മുള്ളുകളെ തന്നു? എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ അവിടുന്ന് നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കേണ്ടി വന്നു? എന്തുകൊണ്ട് നിനക്ക് ഗർഭാരിഷ്ടതയുണ്ടായി? മനുഷ്യൻ സൃഷ്ടാവിൽ നിന്ന് അകന്നതിന്റെ ദയനീയ ചിത്രം നമ്മുടെ മനോമുകുരത്തിൽ വരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പിതാവേ എന്ന് വിളിക്കുന്നതിന് നീ കൊടുത്ത വില എന്താണ്? കൃപ എന്താണ്? ദയതോർ ചോദിക്കുന്നു. നീ വിളിക്കുന്ന മാതിരി വാ തുറന്ന് കർത്താവിനെ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. നിങ്ങൾ കാണുന്നവ കാണുവാൻ ആഗ്രഹിച്ചു, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കുവാൻ എത്രയോ പേർ ആഗ്രഹിച്ചു. കർത്താവ് നമ്മുടെ വലുപ്പത്തെ കുറിച്ച് പറഞ്ഞു, നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ കുറിച്ച് പറഞ്ഞു. അതെ, എന്റെ നിങ്ങളുടെ ഇടത്തും വലത്തുമുള്ള അനേകർക്ക് ദൈവം പിതാവാണ് എന്ന് പറയുന്നത് അഗ്രാഹ്യമാണ്. അവരുടെ വികാര മണ്ഡലത്തിലേക്ക് അത് കടന്നു വരുന്നേയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതൊരു ഭാഗ്യം ചെയ്ത തലമുറയല്ലേ? സർവചരാചരങ്ങളും ഗോചരവും അഗോചരവുമായ സകലതും സൃഷ്ടിച്ചവൻ എന്റെ ചാച്ചനാണ്, എന്റെ അപ്പനാണെന്ന് പറയാൻ, അത്തരത്തിലൊരു ദർശനത്തിലേക്ക്, സത്യത്തിലേക്ക് നമ്മെ തന്നെ അടുപ്പിക്കാൻ യാതൊന്നാണോ യോഗ്യമാക്കിയത്? ആ കൃപയെ നമ്മൾ എപ്രകാരം സമീപിക്കുന്നു? അത്ഭുതത്തോടുകൂടി, ആനന്ദത്തോടുകൂടി, നിസ്സീമമായ ആഹ്ലാദത്തോടുകൂടി നമ്മൾ അതിനെ സമീപിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരൊറ്റ സംബോധനയാണത്.
അതിനു മുമ്പ് നിയമത്തിൽ ഉള്ളിലായിരുന്നു. മോശ വഴി നൽകപ്പെട്ടതാ നിയമം. ആ നിയമത്തിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ട് നിൽക്കുന്നു സ്നാപകൻ. പ്രവാചക പരമ്പര അവിടെ അവസാനിക്കുന്നു. നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിയമത്തിൽ കീഴ്പ്പെട്ടുകൊണ്ട് നമ്മൾ നിൽക്കുന്നതിന് പകരം ഇപ്പോൾ കൃപയിൽ ദത്തുപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഗലാത്യ ലേഖനത്തിന്റെ 4:5-6 തിരുവചനങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്നു. നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. അവിടുത്തെ രക്ഷാകരമായ ക്രൂശ് മരണത്തെയും താൻ സ്വയം നിയമത്തിന് വിധേയനായിക്കൊണ്ട് നമ്മെ നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയതിനെയും അത് ഉയർത്തിപ്പിടിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പിതാവേ എന്ന വിളി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം എവിടെയായിരുന്നുവെന്നും ഏത് സ്വർഗമാണ് നമ്മെ നഷ്ടപ്പെടുത്തിയത് എന്നും സ്വർഗസ്ഥനായ എന്നത് ഓർമ്മിപ്പിക്കുന്നു. ഇനി യോഹന്നാൻ പ്രാർത്ഥിച്ചതുപോലെയോ അല്ല പഠിപ്പിച്ചതെങ്ങനെ നമുക്കറിയാമല്ലോ. പോട്ടെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തില് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മുൻ അനുഭവം വേണ്ട. അതെന്താണ് ആ മുൻ അനുഭവം? ഇപ്പൊ ഞാനിപ്പോ ദൈവത്തെ വിളിക്കുക, കരുണാമയനും സർവശക്തനും നിത്യനും തൻ്റെ സൃഷ്ടികളെ പരിപാലിക്കുന്നവനും ഞങ്ങളോട് ദയ തോന്നുന്നവനുമായ മഹാപ്രതാപവാനായ ദൈവമേ. ഇതൊക്കെ ദൈവത്തിന്റെ വിശേഷണമല്ലേ? ഇതിനകത്തെന്താ സംഗതിയുള്ളത്? ഇതിനകത്തെന്താ അത്ഭുതം ഇരിക്കുന്നത്? ഇത് പല ഭാഷയിൽ പല മതക്കാർ പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിപ്പിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിന്റെ 4:6 മനസ്സ് തുറന്ന് ഞാനൊരു ഹല്ലേലൂയ പറയും. കാരണം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ബാക്കി ഇന്ന് നമുക്ക് സങ്കല്പിക്കാവുന്ന എല്ലാ അലങ്കാരങ്ങളും വിശേഷണങ്ങളും ദൈവത്തെ വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നമ്മുടെ ധിഷണയും നമ്മുടെ വാക്ചാതുര്യവും പിന്നെ നമ്മുടെ ആവശ്യത്തിന്റെ തീവ്രതയും മാത്രം മതി. എന്നാൽ ആവശ്യത്തിന്റെ തീവ്രത മാറ്റി നിർത്തിക്കൊണ്ട് വാക്ചാതുര്യത്തെ അടക്കിക്കൊണ്ട് ഹൃദയം ഉയർത്തിക്കൊണ്ട് എന്റെ അപ്പാന്ന് വിളിക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിനൊരു വല്ലാത്ത ശക്തിയുണ്ട്. ആബാ പിതാവേ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആബാ ഹെബ്രായ ഭാഷയിൽ ഒരു ചാച്ചനെ ഒരപ്പനെ മകൻ വിളിക്കുന്നത് ആബാ. അതിന്റെ മാധുര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആബ എന്ന വാക്ക് അതുപോലെ തന്നെ ചേർത്തിരിക്കുന്നത്. അതായത് അത് തർജ്ജമയ്ക്ക് അതീതമാണ് എന്ന് ചുരുക്കം. അതൊരു വൈകാരിക ബന്ധം, ഒരു വാക്കിന്റെ പരിഭാഷയാണ്. അതുകൊണ്ട് ആ വാക്കിനെ അവിടെ എങ്ങനെ തൊടാതെ വെച്ചിരിക്കുക. ആബ എന്ന വാക്ക്, ആ വാക്ക് ഉച്ചരിച്ച നാവ് ഹൃദയത്തിന്റെ ഏതു വികാരത്താലാണോ വിളിച്ചത് ആ വികാരത്താൽ തന്നെ നാമും വിളിക്കേണ്ടതിന് അത് അതുപോലെ തന്നെ വെച്ചിരിക്കുക. ഫ്രജൈൽ എന്നൊക്കെ നമുക്ക് പറയാം, തൊട്ടാ പൊട്ടി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിലാൽ നിറഞ്ഞിട്ടാണ് നമ്മൾ ക്രിസ്തുവിന്റെ പ്രാർത്ഥന ആത്മാർത്ഥമായി ഉരുക്കഴിക്കാൻ ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് മുന്നമേ വരണം, ആവസിക്കണം. ആ പരിശുദ്ധാത്മാവ് ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് നമ്മെ കൊണ്ട് വിളിപ്പിക്കുന്നു, ആബാ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവവും അതിന്റെ പ്രഘോഷണവുമാണത്. ദത്തുപുത്ര സ്ഥാനത്തിന്റെ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ ആണ്. അങ്ങനെ നാം ഏറ്റവും കൂടുതൽ മനോവിശ്വാസത്തോടു കൂടിയാണ് വിളിക്കുന്നത്. ഈ പദം പരിചയമാണ് എനിക്ക് തോന്നുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുന്നതിന് മുമ്പ് കാർമികൻ പറയുന്നു, നിന്നിൽ നിന്ന് സ്വീകരിച്ച മനോവിശ്വാസത്തോടു കൂടെ. അതെ, ആ മനോവിശ്വാസത്തോടു കൂടെയാണ്. അത്
നാം ഉരുക്കഴിക്കുന്നത്, ഈ സംബോധന നടത്തുന്നത്. വീണ്ടും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് ആ വാക്ക്. ചാച്ചനുള്ളിടത്താ മക്കളിരിക്കേണ്ടത്. ചാച്ചൻ വീട്ടിനകത്തും മക്കളും മുറ്റത്തും എന്നൊരു സമ്പ്രദായം നമുക്ക് ആർക്കും ഇല്ല, ഉണ്ടാകാനും പോകുന്നില്ല. എൻ്റെ അപ്പന്റെ വീട് എനിക്ക് അവകാശപ്പെട്ടു. എന്നെ അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ അപ്പന്റെ വീട്ടില് അഥവാ എൻ്റെ വീട്ടിൽ, തമ്മിലൊരു വ്യത്യാസമില്ല. അന്വേഷിക്കണം. പുറത്ത് ഏറെ ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ടല്ല ഇവിടെയാണോ ഇയാൾ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല, അത് അയാളുടെ വീടാ, അയാളുടെ അപ്പനുണ്ടാക്കിയ വീടാ. ഇതിന്റെ അർത്ഥം എന്താ? പിതാവ് സ്വർഗസ്ഥനാണേ. അതുകൊണ്ട് തന്നെ അനശ്വരവും നിർമ്മലവുമായ നമ്മുടെ ഭാവി മഹത്വത്തെയും അത് സൂചിപ്പിക്കുന്നു. ആമേൻ. ഞാനും നിങ്ങളും എങ്ങോട്ട് പോകേണ്ടവരാണെന്ന് ഈ ഒരൊറ്റ വാക്ക് നമ്മെ സൂചിപ്പിക്കുന്നു. കാരണം പിതാവ് ഇരിക്കുന്നിടത്തേക്കാണ് നമ്മൾ ചെല്ലേണ്ടത്. ഇവിടെ ദൈവത്തെ ആ സൃഷ്ടികർത്താവായിട്ട് തിരിച്ചറിയുന്ന സൃഷ്ടിയുടെ സംബോധനയല്ല, പ്രത്യുത പുത്രസ്വീകാര്യത്തിന്റെ, റോമാലേഖനം 8:15, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട്, നിയന്ത്രിക്കപ്പെട്ട്, ഉദ്ദീപിക്കപ്പെട്ട്, പ്രചോദിപ്പിക്കപ്പെട്ട് തന്റെ അനശ്വരമായ, നിർമ്മലമായ, സമുന്നതമായ ഭാഗധേയത്തെ കുറിച്ച് അറിയാവുന്നവൻ ഈ മനുഷ്യൻ, ഞാൻ, നിങ്ങൾ, നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ അത് നാം ചെല്ലേണ്ടുന്ന ഗേഹത്തെ സംബന്ധിച്ചിട്ടും കൂടി, നാം ചെല്ലേണ്ടുന്ന നമ്മുടെ വാസസ്ഥലത്തെ കുറിച്ച് കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം സ്വയം ഉറപ്പു പറയുന്നു, നാം അത് പ്രത്യാശിക്കുന്നു, നാം അത് വിശ്വസിക്കുന്നു, നാം അത് നോക്കി പാർക്കുന്നു. ആമേൻ. നാം അത് നോക്കി പാർക്കുന്നു. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെ അല്ല, പ്രത്യേക പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. റോമാലേഖനം 8:15. ഈ ആത്മാവ് മൂലമാണ് നാം ഭയമില്ലാതെ പ്രത്യാശയോടുകൂടെ എന്റെ വാസസ്ഥലത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അഭിവാഞ്ചയോടുകൂടെ അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വിളിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അതുകൊണ്ട് പിതാവും ദൈവവുമായവനെ എന്ന വാക്കില്ലല്ലോ. കാരണം ദൈവം പിതാവാണ് എന്ന ഉന്നതാവബോധത്തിൽ നിന്നുകൊണ്ട് ദൈവം എന്ന സംബോധനയെ തന്നെ മാറ്റി നിർത്തുകയാണ്. കാരണം പിതാവ് മതി. ഒന്ന് ആലോചിച്ച് നോക്കി. എന്റെ ദാസന്റെ പേര് ആപ്പസെറ്റ് തോമസ്. മുഖത്തെങ്കിൽ തോമസ് ആയിരിക്കുന്ന പ്രിയ ചാച്ച എന്ന് ഞാൻ വിളിക്കൂ? ഇല്ല, എന്റെ ചാച്ച തോമസ് ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചാച്ചാന്ന് മാത്രമേ വിളിക്കുള്ളൂ. ഇത് തന്നെ ഈ ഒരറിവിന്റെ ലാഘവത്വം കൊണ്ടാണ് പിതാവും ദൈവവുമായവനെ ഉപേക്ഷിച്ചത് എന്നത് ഒരു തരം ഉൾപ്പുളകത്തോടു കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു. വീണ്ടും ഒരു വാക്ക് നമ്മൾ വിട്ടുപോയി. അത് ഞങ്ങളുടെ എന്ന വാക്കാണ്. ഈ ഞങ്ങളുടെ എന്ന് പറയുന്നത് പാരസ്പര്യമാണ്. എന്റെ പിതാവേ എന്നാണ് യഥാർത്ഥത്തിൽ ആത്മാർത്ഥത കൂടുതലുള്ളത് എന്റെ നിങ്ങളുടെയും ഭാഷ്യമനുസരിച്ച്. നിലത്ത് വീണ് കഴിയുമ്പോൾ ഏതൊരു കൊച്ചും എന്റെ അമ്മേന്നാ വിളിക്കുക, അല്ല എന്റെ ചാച്ചാന്നോ എന്റെ ഒപ്പാന്നോ എന്റെ ഡാഡിന്നോ വിളിക്കുക. ഒരാവശ്യം വരുമ്പം എന്റെ ചക്കര ചാച്ചനല്ലേ, എന്റെ അമ്മയല്ലേ എന്നാ ചോദിക്കുക. എന്റെ എന്ന വാക്കിന് ഒരുപാട് പ്രാധാന്യം. പക്ഷെ ക്രിസ്തു ഇവിടെ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ എന്ന വാക്ക്. ഈ ഞങ്ങളുടെ എന്നത് ഒരു തരം വലക്കണ്ണി കേട്ടത്. ഞാനും നിങ്ങളും തമ്മിലുള്ള വലക്കണ്ണിയാണ് ഞങ്ങൾ. ക്രിസ്തു എന്ന ബന്ധത്തിന്റെ തമ്പുരാൻ ഈ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടേ ദൈവത്തെ സമീപിക്കേണ്ടു എന്ന് പറഞ്ഞു വെച്ചു. കാരണം നമ്മുടെ ദൈവം ബന്ധത്തിന്റെ ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സമുജ്വലമായ, സമുന്നതമായ, മനുഷ്യന് ഗ്രഹിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ബന്ധമാണ് ത്രിത്വത്തിന്റെ അടിസ്ഥാനമെന്നിരിക്കെ നമ്മുടെ ദൈവം ബന്ധത്തിന്റെ തമ്പുരാനായതുകൊണ്ട്, ഏകദൈവമായിരിക്കുന്ന
സ്ത്രീത്വം ബന്ധത്തിലായി അധിഷ്ഠിതമായിരിക്കുന്നു എന്നതിനാൽ മനുഷ്യർ തമ്മിലുള്ള പാരസ്പര്യത്തിലും ബന്ധത്തിലും ഊന്നി നിന്നുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ക്രിസ്തു പഠിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ അനുരഞ്ജിതരായി തീർന്നിടാം എന്ന പദം ആദ്യമേ തന്നെ പാടുന്നത്. വീണ്ടും അനുരഞ്ജന ശുശ്രൂഷ വിശുദ്ധ കുർബാനയുടെ ഫലമായിരിക്കുന്ന പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് നടത്തപ്പെടുന്നതും ഈ ഒരു പശ്ചാത്തലത്തിലാണ്, ഞങ്ങൾ എന്ന പശ്ചാത്തലത്തിലാണ്, ആ ഒരു ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ. ഈ ഒരു ജപത്തിന്റെ കർതൃ പ്രാർത്ഥനയുടെ ആത്മാവ്, അതിന്റെ ഫലദായകത്വം, ആത്മാവല്ല ഫലദായകത്വം കുടികൊള്ളുന്നത് ഈ ഞങ്ങളിൽ. ഞങ്ങൾ എന്ന ഭാവം നമ്മുടെ ഹൃദയത്തിനകത്ത് ഇല്ലെങ്കിൽ ഒരു വല പോലെ ദൈവാനുഗ്രഹത്തെ വീശിപ്പിടിക്കാനുള്ള ഈ പ്രാർത്ഥനയുടെ ക്ഷമത നഷ്ടപ്പെട്ടു പോകും. എന്താണ് ഒരു വലയും നൂലും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് സങ്കല്പിക്കൂ. 317 നൂല് കൊണ്ടാണ് ഒരു വല ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിരിക്കട്ടെ. ഈ 317 നേർക്ക് നേരെ വെറും ഒരു ചരടിന്റെ കൂട്ടമായി നിങ്ങൾ എനിക്ക് തരികയോ നിങ്ങൾ കയ്യിൽ പിടിക്കുകയോ ചെയ്താൽ ഒരൊറ്റ മീനും തടയില്ല. വലയെ വലയാക്കുന്നത് കെട്ടുകളാണ്, പാരസ്പര്യമാണ്. അതുപോലെ ദൈവത്തിൽ നിന്ന്, അവിടുത്തെ കൂട്ടായ്മയിൽ നിന്ന് മനുഷ്യൻ സമ്പാദിച്ച, മനുഷ്യൻ അതുപോലെ അതിനെ മാതൃകയാക്കേണ്ടുന്ന പാരസ്പര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഞങ്ങളുടെ എന്നത് അർത്ഥമാക്കുന്നതും. ഈ പാരസ്പര്യത്തിലാണ് നമ്മുടെ പ്രാർത്ഥനയുടെ, ഏതൊരു പ്രാർത്ഥനയുടെ ആണെങ്കിലും, നമ്മുടെ ബലിയുടെ ആണെങ്കിലും, ദൈവവുമായിട്ടുള്ള ഏത് സംഭാഷണത്തിന്റെ ആണെങ്കിലും ഫലദായകത്വം ഈ ബന്ധത്തിലാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ എന്നത് നാം തമ്മിൽ സഹോദരന്മാരാണ് എന്നുള്ളതിന്റെ സാക്ഷ്യം. ഇവിടെ ക്ഷമിക്കാനും പൊറുക്കാനും ഒരുമിച്ച് ചേരാനും കൈകോർത്ത് പിടിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതിന്റെ ഏറ്റുപറച്ചിലും കൂടിയാണ്. അപ്പോ നൂലിനെ വലയാക്കുന്നത് കെട്ടുകളാണ് എന്നതുപോലെ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മൾ വിളിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. വളരെ സരളമായ ഒരു വാക്ക് ഇത് വിശദീകരിക്കാൻ വേണ്ടി നമുക്ക് ഉണ്ട്. ആവശ്യത്തിന്റെ തോതനുസരിച്ച് ആദ്യം പറയുന്നത് വ്യത്യാസപ്പെടും. ആവശ്യത്തിന്റെ തോതനുസരിച്ച് ആദ്യം പറയുന്നത് വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന്, ഞാനിപ്പോ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് ഓടിക്കേറി വരികയാണ്. ഭൂരിഭാഗം പേരും മരുഭൂമിയിലായതുകൊണ്ട് ഞാൻ ആ ഒരു പശ്ചാത്തലത്തിൽ പറയും. അങ്ങനെ അവിടെ നടന്ന് അവശനായി വന്നു കഴിയുമ്പോൾ ഞാൻ ആദ്യം ആ യൂട്യൂബ് ഒന്ന് വെച്ച് എന്നെ സംഗതി ഒന്ന് നോക്കിക്കേ എന്നൊന്നും ഞാൻ പറയില്ല. ഒരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ചോദിക്കും. വെള്ളം അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിരിക്കും. അപ്പൊ എന്റെ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ട് ആ ആവശ്യത്തിന്റെ പ്രകാശനം വ്യത്യസ്തമായി. രണ്ടാമത്തേത്, എന്റെ വികാരം, നിങ്ങളോടുള്ള എന്റെ വികാരം എന്താണോ അതനുസരിച്ചിട്ട് എനിക്ക് നിങ്ങളോടുള്ള ഭാഷണവും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, കൃത്യസമയത്ത് ഓടിക്കേറി വരുന്ന നിങ്ങളുടെ കീഴ് ജീവനക്കാരോട്, ഇന്നലെ നിന്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിനെ അവള് വീണെന്നോ മറ്റോ പറഞ്ഞല്ലോ, അത് വെച്ച് വെക്കുക. അല്ലെങ്കിൽ കൊച്ചിന് ഇന്ന് യൂണിഫോം തേച്ചാണോ കൊടുത്തത്, ഇതൊന്നും നിങ്ങൾ ചോദിക്കുക. യു പ്ലീസ് അറ്റൻഡ് ദാറ്റ് തിങ്, യു ആർ ഓൾറെഡി ലേറ്റ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്നും ചെയ്യൂ. കേട്ടോ, ബന്ധമനുസരിച്ചിട്ട് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം വ്യത്യാസപ്പെട്ടു. ഇനി അതേ കീഴുദ്യോഗസ്ഥൻ ഇന്ന് വരുന്നില്ല എന്നിരിക്കട്ടെ, അവന്റെ കിണറ്റിൽ വെള്ളം പറ്റി കാണുമോ എന്നൊക്കെയാണോ നിങ്ങൾ ചിന്തിക്കുക? അല്ല, എന്റെ പണി തീർന്നില്ലെന്നോ നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ചുരുക്കത്തിൽ എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം
എന്താണോ നമ്മൾ ആദ്യം പറയുന്നത് അത് നമ്മുടെ വികാരത്താലും വിചാരത്താലും നമ്മുടെ ആഗ്രഹത്തിന്റെ ശ്രേണിയാലും നയിക്കപ്പെട്ട ഈ ആഗ്രഹങ്ങളെ നമ്മളൊന്ന് റീപ്രിയോറിറ്റൈസ് ചെയ്യുക. ഓൾറെഡി ഒരു പ്രിയോറിറ്റൈസേഷൻ ഉണ്ടാവും. പക്ഷെ ദൈവവുമായി സംഭാഷണം നടത്തുമ്പോൾ ഓൾറെഡി നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് ഇത് തുടങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് പ്രിയോറിറ്റൈസിങ്. അതിലെ ഏറ്റവും ആദ്യത്തേത് അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന്. നാമത്തിന്റെ പൂജനീയത എന്ന് പറയുന്നത് പിതൃത്വത്തെ കുറിച്ചുള്ള അറിവാണ്. ഇത് ഞങ്ങളുടെ എന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുക. ഏത് ആദ്യം വിളിച്ച് ഞങ്ങളുടെ എന്നല്ല, അത് ഞാൻ അറിഞ്ഞ പോരെ തമ്പുരാനെ, നാടൊട്ടക്കറിയണം അങ്ങ് ചാച്ചനാണ്. നാടൊട്ടക്കറിയണം. ചക്രവാളം തൊട്ട് ചക്രവാളം വരെ പിതാവേ എന്നുള്ള വിളി മുടങ്ങി. പ്രേഷിത തീക്ഷ്ണതയാൽ അടങ്ങാത്ത ആവേശത്തോടു കൂടെ പറയുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ സമുന്നതമായ ആഗ്രഹത്തിന്റെ പ്രകാശനമാണ് അത് അങ്ങയുടെ രാജ്യം വരണം. രക്ഷാകര പ്രവൃത്തിയുടെ കൃപ വ്യാപിക്കണം ലോകത്തിൽ. ലോകം യേശുക്രിസ്തുവിൽ അങ്ങയോട് അനുരൂപപ്പെടണം. പാപവും പിശാചും അതിന്റെ വാഴ്ചയും അവസാനിക്കണം. ദൈവദൂഷണത്തിന്റെ അന്ത്യമുണ്ടാകണം. ശരിയെ തെറ്റെന്നും തെറ്റിനെ ശരിയെന്നും വിളിക്കുന്ന വികടമായ ഈ കാലഘട്ടത്തിൽ സത്യത്തെ സത്യമായും നേരിനെ നേരായും നുണയെ നുണയായും പാപത്തെ പാപമായും കാണാനുള്ള മനസ്സാക്ഷി ഉണരണം, മനോഭാവം പുലരണം. ദൈവമേ, എന്താ ഭാവന ഭ്രാന്തമാണെന്ന് തോന്നുന്നുണ്ടോ നമുക്ക്? ദൈവമേ, ചക്രവാളം തൊട്ട് ചക്രവാളം വരെ അങ്ങ് പുത്രനിലൂടെ കാണിച്ച കാരുണ്യത്തെ കുറിച്ചുള്ള സ്തുതി ഉയരണം. ഇതെപ്പോഴാണ് നമുക്ക് പറയാൻ തുടങ്ങുന്നതെന്ന് അറിയോ? നമുക്ക് ആരംഭിക്കുന്നതെന്ന് അറിയോ? എത്രമേൽ ഈ മഹത്വപൂർണമായ വിളി എന്നെ പുത്രസ്ഥാനത്തേക്ക് ഉയർത്തുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുവോ, അതനുസരിച്ച് ഇതിന്റെ വലുപ്പവും ഇതിന്റെ ഗരിമയും ഇതിന്റെ മഹിമയും ഞാൻ മനസ്സിലാക്കും. അപ്പോഴാണ് ഇത് വ്യാപിക്കണമേ എന്ന ആഗ്രഹം ഉണ്ടാകുന്നത്. ഞാൻ മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവരുമല്ല, ലോകം മുഴുവൻ അങ്ങയെ അറിഞ്ഞേ തീരൂ എന്ന വാശി അതിന്റെ പുറത്തുണ്ട്. എന്ന ആഗ്രഹത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കണ്ണുനീര് അതിനകത്തുണ്ട്. നിസ്സാര കാര്യമല്ല അങ്ങയുടെ നാമം പൂജിതമാക്കണം എന്ന് പറയും. വീണ്ടും അങ്ങേ രാജ്യം വരണം. ഇതിനെക്കുറിച്ച് മറ്റൊരു ഭാഷ്യത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത്, ഒന്നാമത്തേത് പിതാവുമായിട്ടുള്ള ഭാഷണമാണ് എങ്കിൽ രണ്ടാമത്തേത് എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ പശ്ചാത്തലത്തിലാണ് നാം പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. ആദ്യത്തേത് അങ്ങനെ അല്ലെന്ന് ചോദിച്ചാൽ അല്ലെന്നല്ല അതിന്റെ അർത്ഥം. കുറച്ചുകൂടെ പ്രസ്പുഷ്ടമായി ഈ പശ്ചാത്തലം ഇവിടെയുണ്ട്. ക്രിസ്തുവിനോടുകൂടിയുള്ള വാസം, അവിടുത്തെ രാജവാഴ്ചയിലെ വിനീതനായ അവിടുത്തെ അനുവർത്തിക്കുന്നവനാകാനുള്ള ആഗ്രഹം, സ്വർഗീയ പൗരത്വം, ഇതൊക്കെ നിസ്സാര കാര്യം. ഇതിനു വേണ്ടിയല്ലേ ക്ഷണഭങ്കുരമായി ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഈ നിമിഷത്തിലൊഴികെ വേറെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഞാനോ നിങ്ങളോ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടാക്കി തരുന്ന ദൈവത്തെ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എന്ത് നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും പോവുക? സനാതനവും നിർമ്മലവും മനുഷ്യന് ദൈവം കനിഞ്ഞരുളിയുമായിരിക്കുന്ന സ്വർഗീയ വാഴ്ചയെ നിസ്സാരീകരിച്ചിട്ടാണോ നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നത്? പലപ്പോഴും എന്റെ രാജ്യം വരണം എന്നല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. അത് വേറെ. മനുഷ്യൻ മുഖത്തേക്ക് നോക്കുന്നു, ദൈവമോ ഹൃദയത്തിലേക്ക് നോക്കുന്നു. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് നമ്മൾ മാത്രമേ കേൾക്കുന്നുള്ളൂ, നമ്മുടെ ചുറ്റുമുള്ളവർ കേൾക്കുന്നു. ദൈവം ഇത് കേൾക്കുന്നില്ല, കാണുകയുള്ളൂ, അനുഭവിക്കുകയുള്ളൂ. അതായത് നമ്മൾ എത്രമാത്രം എങ്ങനെയൊക്കെ പറഞ്ഞാലും അതിന്റെ അപ്പുറത്താണല്ലോ ഇതിന്റെ ഈ ജനറേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം, ഹൃദയം. തമ്പുരാകർത്താവിന് അതേ അറിയത്തുള്ളൂ, ഭാഷയിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. അത് ശരിയല്ലേ?
ഇപ്പൊ ഇന്ന് നമ്മള് ഇൻസന്റെ കുഞ്ഞിനെ കണ്ടു. അവൻ അപ്പനോട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. ഭാഷ ശ്രദ്ധിച്ചോ അപ്പൻ? ഇനി നിങ്ങളിൽ ആരെങ്കിലും കുഞ്ഞിന്റെ ഭാഷ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. മനസ്സ്, ഹൃദയം അതാ ശ്രദ്ധിക്കുക. അപ്പോ എല്ലാത്തിന്റെയും പിതാവായിരിക്കുന്നത്, ഭൂമുഖത്തെ സർവ്വ പിതൃത്വങ്ങൾക്കും കാരണമാം പിതാവേ എന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ആ പിതാവ് എത്രമാത്രം ഹൃദയം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല എന്നല്ല, തീർച്ചയായും ഉണ്ട്. ആ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് അവിടുത്തെ രാജ്യത്തിന് സ്വയം വിധേയപ്പെടുന്നതിന്റെ ആനന്ദമുണ്ടാകാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത് എന്ന് ചുരുക്കം. സ്വർഗീയ വാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കവും ആവേശവുമാണ് അങ്ങേ രാജ്യം വരണം. വീണ്ടും അങ്ങേ രാജ്യം എന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ക്രിസ്തു രക്ഷയുടെ, രക്ഷാകര പ്രവൃത്തിയുടെ വ്യാപനത്തെയും അർത്ഥമാക്കും. ഒരു രാജ്യത്തിൽ രാജാവിന് വിലയുണ്ടാകുന്നത് പോലെ, രാജാവാണ് എല്ലാം എന്നതുപോലെ ഈ ലോകത്തിലും പരലോകത്തിലും ക്രിസ്തുവിന്റെ രാജ്യത്വം സുസ്ഥാപിതമാകാനും അതുവഴി പിതാവിന്റെ മഹത്വത്തിന് മാറ്റുകൂട്ടാനും മനുഷ്യകുലത്തിന് യോഗ്യമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഇവിടെയും നമ്മുടെ അടങ്ങാത്ത പ്രേക്ഷിത തീക്ഷ്ണതയാണ് പ്രസ്ഫുരിതമാകുന്നത്. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയില് ആകണം. ഇത് ഈ ഭൂമി എന്നത് എൻ്റെ അയൽവക്കക്കാരന്റെ ഭൂമിയല്ല, അതുകൊണ്ട് അതിനുമപ്പുറത്ത് ഞാൻ എന്ന ഭൂമിയും കൂടി. ഈ ഭൂമിയിലാണല്ലോ ഞാനുള്ളത്. ഭൂമിയുടെ ഇന്നത്തെ നിലയില് അവിഭാജ്യമായ ഒരു ഘടകമാണ് ഞാൻ. നാളെ ഞാൻ ഉണ്ടാവില്ല, ഭൂമി അവിടെ ഉണ്ടാവും. അപ്പൊ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്ന് പറയുമ്പോൾ ഞാനും എന്റെ സാഹചര്യങ്ങളും വിശുദ്ധീകരിക്കപ്പെടും. സ്വർഗത്തിൽ ദൈവവിരുദ്ധമായത് യാതൊന്നുമില്ല, അത് ചിന്തിക്കുന്നതിന് വലിയ ബുദ്ധിയൊന്നുമാണ്. എന്നാൽ ഭൂമിയിലോ അത് ചിന്തിക്കുന്നതിന് അശേഷം ബുദ്ധി വേണ്ട. ദൈവവിരുദ്ധമായതേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ഒരു തർക്കവുമില്ലാതെ മനസ്സിലാക്കാം. അപ്പൊ ഇവ തമ്മിലുള്ള ഈ വ്യത്യാസത്തെ ഇല്ലാതാക്കാനുള്ള എന്റെയും നിങ്ങളുടെയും ആഗ്രഹത്തിന്റെ ഒരു പ്രകാശനമാണത്. അങ്ങയുടെ തിരുമനസ് ഭൂമിയിലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്ന് പറയും. വീണ്ടും ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ പ്രകാശനമാണ്. കാരണം ക്രിസ്തുവിനെ അനുകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന അനേകം എന്ന് തന്നെ പറയുള്ളൂ, അനേക സംഖ്യ ഗണങ്ങൾ, മാലാഖമാരും വിശുദ്ധരും സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ ക്രിസ്തു എപ്രകാരം ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും വന്ദിക്കപ്പെടുകയും ചെയ്യുന്നുമോ, ദൈവം എപ്രകാരം സ്തുതിക്കപ്പെടുകയും വന്ദിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നുവോ, അതുപോലെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഈ ഭൂമിയിലെ സമസ്ത മേഖലകളിലും ഈ ആനന്ദവും സ്തുതിയും നിറയണം എന്ന് ഈ മനുഷ്യ മക്കളും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ആധുനിക ഈ കാലഘട്ടത്തെ ദൈവമേ കൃപയുടെ കാലഘട്ടമായി മാറ്റണമേ എന്ന് നാം അവിടെ തീവ്രമായി ആഗ്രഹിക്കുന്നു. സൃഷ്ടിയുടെ ജീർണത മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും അനശ്വരമായ അക്ഷയമായ സ്വർഗഭാഗ്യത്തിലേക്ക് ലക്ഷ്യം വെക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക. വീണ്ടും സത്പ്രവർത്തികളാൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്നെയും എൻ്റെ ജീവിത സാഹചര്യങ്ങളെയും ഈ ലോകത്തെ തന്നെയും ഒരുക്കണമേ, കഴിവുറ്റതാക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിനായുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാഭീഷ്ടമാണ് സർവപ്രധാനം എന്നത് എൻ്റെ ജീവിതത്തിലും എൻ്റെ സാഹചര്യങ്ങളിലും ഞാൻ ഏർപ്പെടുന്ന നിഖില ജീവിത മേഖലകളിലും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും എനിക്ക് കെൽപ്പ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടേതാ പറഞ്ഞത്,
ആ ചരടാണ് ഇവിടെ കൊളുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അവസാനമായി അത് അന്ത്യകാലത്തെ ത്വരിതപ്പെടുത്തും. എന്നെന്റെ ദൈവം വാനമേഘങ്ങളിൽ വരും, എന്നവൻ എന്നെ അവനോട് ചേർക്കും. ഓ എന്റെ ദൈവമേ, ആ ദിവസത്തിന് വേണ്ടി ഞാൻ വാഞ്ചിക്കുന്നു എന്ന അടങ്ങാത്ത അഭിനിവേശത്തിന്റെ അടയാളമാണിത്. അങ്ങേ രാജ്യം വരണം. അന്ത്യകാലത്തെ അത് ത്വരിതപ്പെടുത്തുന്നു. മാറാനാത്ത കർത്താവേ വരണമേ. ആമേൻ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഒരുക്കമുണ്ടെങ്കിൽ ഞെരുക്കവുമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമാണ്. ഒരുക്കമുണ്ടെങ്കിൽ ഞെരുക്കവുമുണ്ട്. എന്താണ് ഈ ഒരുക്കവും ഞെരുക്കവും? അങ്ങ് പോകാനുള്ള ഏർപ്പാടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തയ്യാറെടുപ്പുണ്ടെങ്കിൽ അതിനിത്തിരി ഞെരുക്കമുണ്ട് എന്ന് ചുരുക്കം. അപ്പൊ ഏത് ആഹാരത്തിന്റെ കാര്യം ഈ പറയുന്നത്? അങ്ങ് പോകാനുള്ള ആഹാരമാണോ അത് ഇവിടെ നിൽക്കാനുള്ള ആഹാരമാണ്? ഈ ഇവിടെ നിൽക്കാനുള്ള ആഹാരത്തിന്റെ കാര്യം നേരത്തെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. 5 പോക്കും അല്ലേ? സ്തുതിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, രാജാവിനെ സ്തുതിച്ചൊക്കെ പറയുകയാണെങ്കിൽ 5 പോക്കും എന്ന് പറഞ്ഞാൽ അത് അൻസാരികളെല്ലാം ചേർത്ത് ആഹാരമൊക്കെ തരാം. ഏകദേശം ഇതേമാതിരി ഒരു കണ്ടീഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ കാര്യത്തിൽ. എന്താ അത്? ആദ്യം ദൈവത്തിന്റെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കും. ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് തരപ്പെടും. ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത എന്നുള്ളതിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഉണ്ട്. ഉണ്ണാനും ഉടുക്കാനും ഉള്ളതുണ്ട്. ഭാവിയിലേക്കുള്ള കരുതലുണ്ട്. ഇന്നലയിലേക്കുള്ള കണ്ണുനീരുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതിനുവേണ്ടി നിങ്ങൾ വിശുദ്ധ കുർബാനയുടെ തക്സ എന്നെടുത്ത് നോക്കും. വല്ലയിടത്തെങ്ങാനും പറഞ്ഞിട്ടുണ്ടാവും ഫലഭൂയിഷ്ടമായ കാലാവസ്ഥയെ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും. വിശുദ്ധന്മാരുടെ ലുത്തിനെ ഒന്ന് എടുത്തു നോക്കി. ഞങ്ങളുടെ മനസ്സിനെ പരലോകാഗ്രഹങ്ങളിലേക്ക് ഉയർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം എവിടെയെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ നല്ല ധാന്യങ്ങളല്ല, ഭൂമിയിൽ ധാന്യങ്ങൾ നല്ലതുപോലെ വിളയിച്ച് ഞങ്ങളെ കാത്തു ഒരാഴ്ച കൊള്ളണം. ധാന്യം മതി, തെങ്ങൊക്കെ പോലും വേണ്ട നൽകിയത്. അത് ചിലത് ആനുവൽ കോപ്പുകളുണ്ട്, ചിലത് പെർണിയിലാണല്ലോ. അപ്പൊ അതിനൊക്കെ അത്ര പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന? ആഹാരം. ആഹാരം ഏതാഹാരമാണ്? ഞാൻ നേരത്തെ പറഞ്ഞു ഭൗതികമായ ആഹാരമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതത് ദിവസത്തിന് അതതിന്റെ ക്ലേശത മതി എന്നും പറഞ്ഞു. നാളത്തേക്കുള്ളത് ഞാൻ നോക്കിക്കോളാം. അതിന് നാളെ നീ ഉണ്ടായിട്ടുണ്ടോ? എത്ര 7 തവണ പറ്റോ ഞാനെന്നും എന്റെ ആത്മാവെ സന്തോഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം അവന്റെ ചവണക്കുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കി. അത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെ സ്ഥാനം. പിന്നെ ഏതാഹാര? നിത്യവും സനാതനവുമായ പാഥേയം. ആമേൻ. വഴിച്ചോറ് അതെനിക്ക് തരാൻ. ദൈവത്തിന്റെ ആഹാരമായിരിക്കുന്ന അവിടുത്തെ തിരുശരീരത്തിനും തിരുരക്തത്തിനും വേണ്ടിയുള്ള അടങ്ങാത്ത അഭിനിവേശത്തിന്റെ പ്രസ്ഫുരണമാണിത്, പ്രകാശനമാണിത്. ദൈവോന്മുഖമായി വഴി നടക്കാൻ നമുക്ക് എന്തു വേണമോ അതാണ് ആഹാരം. എന്റെ ജീവിതത്തിൽ ഈ വഴിയിൽ ഇങ്ങനെ തളരുമ്പോൾ എനിക്ക് എങ്ങനെ എന്റെ അപ്പന്റെ വീട്ടിലെത്താമോ അതിന് കിട്ടുന്ന പൊതിച്ചോറിന്റെ പേരാണ് ആഹാരം. ചിലപ്പോ കഷ്ടതയായിരിക്കും, ചിലപ്പോ കണ്ണുനീരായിരിക്കും. ദൈവത്തിങ്കലേക്ക് നടക്കുന്ന, അതിന് നമ്മളെ സഹായിക്കുന്ന, അവിടുത്തെ ദൈവിക പദ്ധതിയിൽ അവിടുന്ന് വിഭാവന ചെയ്തിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും ഞാനിതാ സ്വീകരിക്കുന്നു. അന്നു വേണ്ട ആഹാരം ഞാൻ സ്വീകരിക്കുന്നു കർത്താവേ. അതിന്റെ പേരാ അന്നു വേണ്ട ആഹാരം. മറ്റേ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞത് അല്ലേ? അത് നമുക്ക് പറയാം. ഒന്നേ ഉള്ളൂ. എന്താണ് ആ അപ്പം? ജീവന്റെ അപ്പം. അവിടുന്ന് അപ്പമെടുത്തു കുറിച്ചു. ആ അപ്പം നമ്മൾ നോക്കണ്ടേ.
അവൻ എമാവൂസിൽ വെച്ചിട്ട് അപ്പം മുറിച്ചപ്പോ അവനെ തിരിച്ചറിഞ്ഞു. ഏതപ്പത്തിലൂടെയാണോ നാം അവനെ തിരിച്ചറിയുന്നത്, ആ അപ്പവാ നമുക്ക് വേണ്ടത്. ആ അപ്പം, അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഉള്ള അപ്പം നമുക്ക് വേണ്ട. ഒന്നുകൂടെ ഒരു വലിയ തമാശ. പണ്ട് 5 അപ്പം കൊണ്ട് 5000 പേര് തീറ്റിപ്പോറ്റി. നിങ്ങളിൽ ആരാണേലും എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാനാണെ ബാക്കി പോണേന്ന് പെറുക്കിക്കാൻ ഞാൻ നിൽക്കുകയില്ല. കാരണം ഇത് വലിയ മുടക്കില്ലെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇനി 4 അപ്പം കൊണ്ട് ബാക്കിയുള്ളവരെ 7 അപ്പം കൊണ്ട് 4000 പേരെ പോറ്റിയപ്പോ അവിടെയും പെറുക്കിച്ചു. പെറുക്കാൻ പറഞ്ഞു, പെറുക്കി. പാവങ്ങൾ ഇതെന്തിനാ പെറുക്കിച്ചത്? എന്നിട്ട് അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്ര പെറുക്കിയില്ല. ഇതെന്തിനായിരിക്കും പെറുക്കിച്ചത്? ഒന്നുമില്ല. പിറ്റേ ദിവസത്തേക്ക് ഈ അപ്പത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? മഹാ അത്ഭുതമാ സംഭവിച്ചത് എന്നൊന്നും വിചാരിക്കണ്ട. ഈ സാധനം വളിച്ചു. 1ഉം 2ഉം കഷ്ണം അപ്പമല്ല, കൊട്ടക്കണക്കിന് അപ്പം വളിച്ചാലത്തെ ആ ഒരു ദുർഗന്ധം നിങ്ങളൊന്ന് ഓർത്തു നോക്കി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് പിറ്റേ ദിവസം അവൻ ജീവന്റെ അപ്പത്തെ കുറിച്ച് പഠിപ്പിച്ചു. ആമേൻ. പിറ്റേ ദിവസം അവൻ ജീവന്റെ അപ്പത്തെ കുറിച്ച് പഠിപ്പിച്ചു. ഇന്നലെ തിന്ന ഇന്നുപകാരമില്ലാത്ത വളിച്ച മണമുള്ള അപ്പം സാക്ഷിയായിക്കൊണ്ട് അവൻ അനശ്വരമായ അപ്പത്തെ കുറിച്ച് പഠിപ്പിച്ചു. അന്നു വേണ്ട ആഹാരം എന്നത് അത് അർത്ഥമാക്കുന്നു. പെറുക്കി കൂട്ടിയത് മാറ്റാൻ വേണ്ടി തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ അത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കൃത്യമായിട്ടായിരുന്നു എങ്കിൽ പറയും, ഇന്നലത്തെ അപ്പം അത് ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ ഉടനെ അവർ പറയും, ക്ഷേമമായിരിക്കും. നിങ്ങൾ ഓർക്കുന്നുവോ മന്നയുടെ കാര്യം? അതത് ദിവസത്തിന് ദൈവം തമ്പുരാൻ കൊടുത്തു. ഭക്ഷണം അതത് ദിവസത്തേക്ക് മതി. അത് പെറുക്കിയാൽ പിറ്റേ ദിവസത്തേക്ക് ഒന്നിനും കൊള്ളില്ല എന്നതിന് മന്ന തെളിവ്, നമ്മുടെ കൊട്ടക്കണക്കിന് അപ്പം തെളിവ്, നമ്മുടെ ജീവിതം തെളിവ്. എന്നാൽ സനാതനവും നിത്യവുമായ ഒരപ്പമുണ്ട്. ആ അപ്പം തിന്നുന്നവൻ മരിക്കുകയില്ല, പ്രത്യുത അവൻ ജീവന്റെ അവസ്ഥയിലേക്ക് കടക്കും. ആ അപ്പത്തെ അഭിലഷിച്ചുകൊണ്ട് കർത്താവാം ക്രിസ്തുവിനെ മുൻപേ കണ്ട് വാഞ്ചയോടുകൂടെ അവനെ ആഗ്രഹിച്ചുകൊണ്ട് ദൈവമക്കള് പറയുന്നു, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണം. ഇതൊരു യാത്ര. ഈ യാത്രയിൽ നമുക്ക് വേണ്ടത് ഇവിടെ തമ്പടിക്കാനുള്ള ഒരാഹാരവും പ്രത്യുത കടന്നു പോകാനുള്ള ശക്തി സംഭരിക്കാനുള്ള പൊതിച്ചോറാണ്, പാഥേയം. വീണ്ടും നമ്മൾ അടുത്തതിലേക്ക് കടക്കുക. ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കുന്നത് സമയം എന്തായി എന്നുള്ളത്. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, ഇതാണ് അടുത്തത്. ഈ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന വാക്ക് സത്യത്തിൽ ഈ ഒരു ഗ്രൂപ്പിന് വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം കരുണാസമ്പന്നൻ എന്ന ചാക്രിക ലേഖനം നമ്മൾ പഠിച്ചു, പ്രത്യേകിച്ച് 4-ാം അധ്യായം പഠിച്ചു. ധൂർത്തപുത്രന്റെ ഉപമയിൽ ക്ഷമ എന്താണ് എന്നുള്ളത് നമ്മൾ സവിസ്തരം പ്രതിപാദിച്ചു. പിതാവ് ക്ഷമിക്കുകയാണ്. അവിടെ നമ്മൾ പഠിച്ച ആ കാര്യം നിങ്ങൾ അതുപോലെ ഓർമ്മിക്കുന്നുണ്ടാവും. നീതിയും സ്നേഹവും തമ്മിലുള്ള സംഘർഷമാണ് അവിടെ നടക്കുന്നത്. നീതിയുടെ ക്രമമനുസരിച്ച്, മാനദണ്ഡമനുസരിച്ച് ആ പുത്രൻ അവനെ തന്നെ ക്രമപ്പെടുത്തി എന്ന വാക്ക് അതുപോലെ നമ്മൾ പഠിച്ചു. എന്റെ അപ്പ സ്വർഗത്തിനെതിരായി അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു, റൈറ്റ്? അതുകൊണ്ട്
അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല, ദാസനിൽ ഒരുവനായി എന്നെ ആക്കണം. ഇതായിരുന്നു അവന്റെ മനോഭാവം. നീതിയുടെ ക്രമം അനുസരിച്ചിട്ടാണ്, മാനദണ്ഡം അനുസരിച്ചിട്ടാണ് അവൻ തന്നെ തന്നെ ക്രമപ്പെടുത്തുന്നത്. എന്നാലോ പിതാവ് അവന്റെ ജീവിതത്തിലെ ദുരന്തങ്ങളെ കുറിച്ച് എണ്ണി എണ്ണി ചോദിച്ചില്ല, ചെലവഴിച്ചതും ധൂർത്തടിച്ചതും ചോദിച്ചില്ല. എവിടെ നിന്ന് വന്നെന്നോ, ഇത്രയും കാലം നീ എവിടെയായിരുന്നുവെന്നോ അവൻ അന്വേഷിച്ചില്ല. കുളിച്ചിട്ട് വാടാ എന്നെങ്കിലും പറയാമായിരുന്നു, അതും ചെയ്തില്ല. അവന്റെ ആടയാഭരണങ്ങൾ ഇല്ലായ്മയെ അവൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഒന്ന് മാർവോട് ചേർത്തത് സത്യത്തിൽ ആ പിതാവ് മാർവോട് ചേർത്തത് അവന്റെ ഇറങ്ങിപ്പോയ പുത്രനെ അല്ലായിരുന്നു. പ്രത്യുത ആ പുത്രന്റെ മഹനീയതയെയും ആ പുത്രത്വത്തെയും ആ പുത്രത്വം കുടികൊള്ളുന്ന അവന്റെ ആത്മാവിനെയുമാണ് അവൻ സ്നേഹിച്ചത്. ഈ സ്നേഹമാണ് നമുക്ക് വേണ്ടതെന്നാണ് ദയദോർ സാക്ഷിക്കുന്നു. ഈ സ്നേഹം മനുഷ്യനോട് ക്ഷമിക്കുന്നതിന്റെ അടിസ്ഥാനം ഏതെങ്കിലും നിബന്ധനകളല്ല, ആരെങ്കിലും പറഞ്ഞിട്ടുമല്ല. അവന്റെ മഹനീയതയായിരിക്കണം, മനുഷ്യാന്തസ്സിന്റെ മഹനീയതയായിരിക്കണം ക്ഷമയുടെ അടിസ്ഥാനം. അവൻ എന്റെ പിതാവിന്റെ മകനാണ്, മകളാണ് എന്ന ബോധ്യമായിരിക്കണം ക്ഷമയുടെ അടിസ്ഥാനം. ആ മഹനീയ വ്യക്തി, ആ മഹനീയ വ്യക്തിത്വമുള്ളവൻ അറിവില്ലാത്തവനായിരിക്കും. താൻ എന്താണ് ചെയ്തത്, നിന്നോട് എന്താണ് ചെയ്തത്, മനുഷ്യനോട് അവൻ എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള പരമമായ ബോധ്യമുള്ളവൻ ചെയ്യത്തില്ല. ഊർധ്വം വലിക്കുന്ന നേരത്ത് ഒരു ആശാരി പറഞ്ഞില്ലേ, ചാച്ചാ ഇവര് ചെയ്യുന്നത് എന്നതാന്ന് ഇവർക്ക് അറിയാൻ മേലാന്ന്, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം. മനുഷ്യക്ഷമയുടെ അടിസ്ഥാന നിബന്ധനയെ അവൻ പറഞ്ഞു വെച്ചത്. അവർക്കറിയാൻ മേല, ഞാൻ ആരാണെന്ന് അറിയാൻ മേലാന്നല്ല. നമ്മളതാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും. അതിനും അപ്പുറത്ത് അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യവും അവർക്കറിയാൻ മേല. അവരുടെ മഹനീയത എന്താണ്, അവരെവിടെ ഏത് പ്രകാശത്തിൽ നിൽക്കേണ്ടവരാണ്, ഏത് അന്ധകാരത്താലാണ് അവർ നയിക്കപ്പെടുന്നത്, അവർക്കറിയാൻ മേല. എത്രമാത്രം അവരെ തിന്മ ഗ്രസിച്ചിരിക്കുന്നു അവരതറിയുന്നു. അതുകൊണ്ട് അവരോട് പുറത്തേക്കണം എന്ന അടിസ്ഥാന മനോഭാവത്തിന്റെ വികസിത രൂപമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മറ്റൊന്ന്, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കുകയില്ലെങ്കിൽ, നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 6:14-15 എന്തുകൊണ്ടാണ് അവിടുന്ന് നമ്മളെ കടപ്പെടുത്തുന്നത്, ക്ഷമിക്കാൻ കടപ്പെടുത്തുന്നത്? അതൊരു ട്രാപ്പാണോ? അല്ല. ക്ഷമിക്കുന്നത് വഴി നമ്മൾ മക്കളായി തീരുന്നു എന്നുള്ള അഭിമാനകരമായ അവസ്ഥയുടെ ഓർമ്മപ്പെടുത്തലാണ്. ക്ഷമിക്കുന്നത് വഴി ദൈവത്തിന്റെ മക്കളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പനും മക്കളും തമ്മിൽ മുഖച്ഛായ വേണ്ടേ? ദൈവം ക്ഷമിക്കും. അങ്ങനെ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ മുഖച്ഛായ എന്തായിരിക്കും എന്നുള്ളതിന് ഏദോമിലുള്ള ഏസാവിന്റെ അടുത്തേക്ക് പോകുന്ന യാക്കോബിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പുറപ്പാടില് അധ്യായം 32 2 ഗണമായിട്ട് തിരിക്കുന്നുണ്ട്. ഈ യാക്കോബ് അടിപൊളി കള്ളാണ്, ഇത് സംശയമില്ല. എന്നിട്ട് ഇവൻ ഇത് ഒന്നാമത്തേത് ട്രയൽ അടിക്കുകയാണ്. അഥവാ ഏസാവ് തട്ടിയാൽ രണ്ടാമത്തേത് സർവൈവ് ചെയ്യുന്നു. എനിക്കതിനകത്ത് ഏറ്റവും കൂടുതൽ സങ്കടവും കരച്ചിലും ദേഷ്യവും വന്നത് അവൻ ഈ 33-ാമത്തെ അധ്യായത്തിൽ പരിചാരകന്മാരെ ആദ്യം മുന്നിൽ നിർത്തി. ഏസാവ് വല്ല തട്ടുകവറ്റ ചെയ്യുകയാണെങ്കിൽ അതുങ്ങൾ ആദ്യം പോയിക്കോട്ടെ, പെണ്ണുങ്ങളെ തത്തുപോയാലും ആരും ചോദിക്കാനില്ല. പിന്നെ ആ പാവപ്പെട്ട ലേയായെ മുന്നിൽ നിർത്തി. അതും കഴിഞ്ഞ അയാൾ തന്നെ കൊല്ലാൻ വരികയാണെങ്കിൽ ലേയ പൊട്ടന്നേ കള്ളൻ. പിന്നെയാണ് ചക്രക്കുളത്തെ നിർത്തിയത് റാഹേലമ്മ.
പക്ഷേ എല്ലാരും എഴുതി തള്ളിയ ഏസാവ്, പൊട്ടനേസാവ്, ചതിക്കപ്പെട്ടവൻ, അല്ലേ, വിവരമില്ലാത്തവൻ, വിവരദോഷി, കുരുത്തം കെട്ടവൻ, അവൻ ഓടി വന്ന് മാർവോട് ചേർത്തു. അവിടെ വെച്ചിട്ട് ചതി മാത്രം ചെയ്തിട്ടുള്ള, നുണ മാത്രമല്ല, വല്ലപ്പോഴും ഞാനൊക്കെ നേര് പറഞ്ഞു, ആ ചതി മാത്രം സൂത്രക്കാരനായ യാക്കോബ് ഒരു നേര് പറഞ്ഞു 10-ാം തിരുവചനത്തിൽ, ദൈവത്തിന്റെ മുഖം കണ്ടാലെന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. ദൈവത്തിന്റെ മുഖം കണ്ടാലെന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. യാക്കോബ് പറഞ്ഞു. പൊട്ടനായിരുന്നു, പറ്റിക്കുന്നവനായിരുന്നു, ഹിത്യസ്ത്രീകളോട് കൂടെ പോകുന്നവനായിരുന്നു, ആലാപാലാദിയായിരുന്നു. പക്ഷേ ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടന്റെ മുഖത്തോട്ട് നോക്കിയപ്പം ദൈവത്തിന്റെ മുഖമാണ്. ക്ഷമിക്കുമ്പോൾ ചാച്ചന്റെ മുഖം നമ്മുടെ മുഖത്ത് വരും. അപ്പോ മറ്റൊരു സമീപനം ഒരു വേള നമ്മളോട് ചെയ്യുന്ന തെറ്റുകൾക്ക് വരും. ക്ഷമിച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുമുഖത്തെ ഭൂമിയിൽ ദൃശ്യവൽക്കരിക്കാനുള്ള നമ്മുടെ വിളിയുടെ ഭാഗമാണ് നമ്മളോട് ചെയ്യുന്ന തെറ്റെങ്കിൽ അങ്ങേ രാജ്യം വരണം, അങ്ങേ തിരുഹിതം നടക്കണം എന്ന് പറഞ്ഞ് കീഴ്പ്പെടാനല്ലാതെ നമുക്ക് എന്തിന് സാധിക്കും? ഞങ്ങളോടും ക്ഷമിക്കണം, ഞങ്ങളോടും ക്ഷമിക്കും. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കും. ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ അപകടങ്ങളിലും പാപങ്ങളിലും ഒന്ന് പാപസങ്കീർത്തന വേളയിൽ അകം കടിച്ചുകൊണ്ട് മേജർ പാപമൊന്നും ഇല്ലല്ലോ എന്നുള്ള ചിന്തയാണ്. ഒന്ന് കുംസാരിക്കണമെന്നുണ്ടായിരുന്നു, എന്നാ പറയാൻ, എന്ന് പറയുന്ന മഹാപാപം വരെ ചെയ്തിട്ടും നമ്മൾ ക്ഷമിക്കപ്പെടാൻ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന മൗഢ്യത്തിലേക്കാണ് നടക്കുന്നത് നമ്മൾ അറിയുന്നത്. അതുകൊണ്ടല്ലേ തന്റെ കൂശാപ്പയിൽ വൈദികൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്, എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, നമുക്കറിയില്ല. നിരന്തരമായ അനുതാപത്തിന്റെ വേദിയിലുള്ളവൻ, ആ പാതയിലുള്ളവൻ തന്റെ നിലപാടുകളിലും ഉപേക്ഷയിലും ചിന്തയിലും പ്രവർത്തനങ്ങളിലും വന്ന പാപത്തെ തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവിനാൽ നിരന്തരമായി മഥിക്കപ്പെടുന്നവൻ മത്തുകൊണ്ട് മഥിക്കുന്ന തൈര് പോലെ, മത്തെന്ന് പറഞ്ഞാൽ കടകോല് കൊണ്ട് മഥിക്കുമ്പോൾ ഉണ്ടാകുന്ന തൈര് പോലെ അവന്റെ ജീവിതത്തിൽ നന്മ രൂപപ്പെടുകയും അതേസമയം തിന്മയെ വ്യവച്ഛേദിച്ച് കാണുകയും ചെയ്യും. രണ്ടും ഒരുമിച്ച് നടക്കൂ. നന്മയുടെ തുരുത്തുകൾ രൂപപ്പെടണമെങ്കിൽ തിന്മയുടെ പാഴ്മോരുകൾ അവിടെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ക്ഷമിക്കപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ആത്മീയ വിവേകമുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. കരിസ്മാറ്റിക് മൂവ്മെന്റിന്റെ ആഗോള തലവനായിരുന്ന ചാൾസ് വൈറ്റ് ഹെഡ് പറയുന്ന ഒരു പ്രത്യേക ആശയമുണ്ട്. അത് ഞാനൊരു അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾസ് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ഓർമ്മിക്കുന്നു. പ്രിവെന്റീവ് റിപ്പന്റൻസ്, പ്രതിരോധാത്മക അനുതാപം. പാപത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ നിലപാടുകളെ നമ്മളുടെ ഉള്ളിൽ ദൃഢീഭവിപ്പിക്കാൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ്: ഞാൻ എന്തു ചെയ്തു, ഞാനൊന്നും കാണുന്നില്ല എന്നൊക്കെയുള്ള മനോഭാവം, മൗഢ്യത്തിന്റെ മനോഭാവത്തിൽ നിന്ന് പ്രതിരോധാത്മകമായ അനുതാപത്തിലേക്ക്, പ്രിവെന്റീവ് റിപ്പന്റൻസിലേക്ക് നമ്മൾ മാറണം. അനുതാപമില്ലാത്ത ഒരു ഹൃദയത്തെ ആക്രമിക്കാൻ പിശാചിന് വളരെ എളുപ്പം. ഏർപ്പാട് തീർന്നു അവന്. ഞാൻ സാമാന്യ തരക്കേടില്ലെന്നും പുണ്യപൂർണതയിലേക്ക് ഇനി ഒരു ശകലങ്ങാണ്ട് അടുക്കാനേ ഉള്ളൂ എന്നും ചിന്തിക്കുന്നവൻ അഹങ്കാരം എന്ന പാപം ചെയ്തിരിക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ അവനായി. മൂലപാപങ്ങളിലേക്ക് നടന്നെടുക്കാൻ
ഈ പാപചിന്ത ഇല്ലാത്ത മനുഷ്യന് സുസാധ്യമാണ് അവൻ വഴുക്കലുള്ള പാപി. അതുകൊണ്ട് തന്നെ ഞങ്ങളോടും ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അന്ധകാരമില്ലാത്ത ദൈവം, വിശുദ്ധ യോഹന്നാൻ ഒന്നാമത്തെ ലേഖന സമുച്ചയത്തിലെ 1-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനം, ദൈവത്തിൽ അന്ധകാരമില്ല. ദൈവത്തിൽ നിന്ന് അകന്നവൻ അന്ധകാരമാണ്, അവൻ ഒന്നും കാണുന്നുമില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:21 നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ദൈവവുമായി ദൈവൈക്യത്തിൽ നമ്മളുടെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ വെളിച്ചത്തിലായിരിക്കണം. വെളിച്ചമെന്നത് പരിശുദ്ധാത്മ കൃപയും അനുതാപത്തിന്റെ അന്തരീക്ഷവും. അടുത്തത്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന വാക്കാണ്. ഉടനെ തന്നെ ഉപസംഹരിക്കാം. ഈ വാക്ക് ഒരിത്തിരി കലക്കത്തിന് ഇണ നൽകിയിട്ടുണ്ട് പലർക്കും. എന്താ കാര്യം? പോപ്പ് ഫ്രാൻസിസ് 2017 ഡിസംബറിൽ ഒരിക്കല് ഒരു വലിയ പഠനമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസ സത്യമായിട്ടോ ഒന്നുമല്ല, അദ്ദേഹം പറഞ്ഞു, Don't lead us into temptation എന്നല്ല ശരിക്കും വേണ്ടത്. Do not leave us into temptation. ഞങ്ങളെ പരീക്ഷയിൽ ഉപേക്ഷിക്കരുത് എന്നാണ് അദ്ദേഹം ഒരു അഭിപ്രായപ്പെടുന്നത്. ഇനി തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോ ലീഡ് us not into temptation എന്ന് പറയുമ്പോൾ കർതൃത്വം ആർക്കാണ് എന്നൊരു ചോദ്യം വരും. ഒരാൾ നയിക്കണമല്ലോ. പരീക്ഷയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. ആരാ ഉൾപ്പെടുത്തുന്നത്? പരീക്ഷയിൽ ഞങ്ങളെ അബാൻഡൻ ചെയ്യരുത്, ഉപേക്ഷിക്കരുത് എന്നാകുമ്പോ അവിടെ ഉൾപ്പെടുത്തുന്ന ദൈവമല്ല എന്നൊരു സൂചന വരും. ഉപേക്ഷിക്കരുത് എന്ന്, അവിടെ കിടത്തരുത് എന്ന്. പക്ഷേ ജോസൂട്ടിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ മുഴുവൻ ആ പൈശാചിക ആക്രമണങ്ങളെ കുറിച്ചിട്ടുള്ള സീരിയൽ 9-11 നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ബോധ്യം, ദൈവത്തിന്റെ തിരുമനസ്സില്ലാതെ ഒരിക്കലും ഒരു പ്രലോഭനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അവിടുത്തെ മാലാഖമാർ കാവലിടുകയും ചെയ്യും. അവിടെ നമ്മൾ നിരാശരാകരുത്, ഭഗ്നാശരാകരുത്. ഇരുമ്പ് ഉലയിൽ വെച്ച് പഴുപ്പിക്കുന്നത് ഇരുമ്പിനെ ദ്രോഹിക്കാനല്ല, കാഠിന്യം ലഭിക്കാൻ. എന്താണോ ഇരുമ്പ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നടത്താൻ വേണ്ടി. അല്ലായിരുന്നെങ്കിൽ അതിന് മണ്ണിൽ അയിരായി മണ്ണിന് സമമായി ഇരിക്കാൻ വേണ്ടി. പ്രലോഭനം എന്നത് എപ്പോഴും ഹൃദയത്തിന്റെ ഒരുക്കത്തെയും നൈർമല്യത്തെയും പരിസ്പഷ്ടമാക്കാൻ ഉതകുന്ന ദൈവിക പരീക്ഷയായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ സഹായഹസ്തം നാം ഒരിക്കലും നശിച്ചു പോകാതെ സഹായഹസ്തം നീട്ടപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോ ലോകത്തിലെ പ്രവൃത്തികൾക്ക്, വീണ്ടും ഒന്നുകൂടിയുള്ളൂ, ലോകത്തിന്റെ പ്രവൃത്തികൾക്ക് എപ്രകാരമാണോ അസുഖം ഒരു തടസ്സമാകുന്നത്, അതുപോലെ പ്രലോഭനങ്ങൾ സ്വർഗീയ യാത്രയ്ക്ക് തടസ്സമാകാതിരിക്കാൻ. ആ ആഗ്രഹമാണ് നമ്മുടെ മുമ്പിൽ. പ്രലോഭനങ്ങൾ വരിക സഹജമാണെന്നാണല്ലോ പറയുന്നത് തിരുമൊഴി. അപ്പോ നാം അവിടെ പ്രതിരോധാത്മക അനുതാപത്തിലൂടെ, ഒരുക്കത്തിലൂടെ, ദൈവസ്നേഹത്തിലൂടെ ഈ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നേടാനുള്ള അഭിവാഞ്ചയാണ് അവിടെ പ്രകടനം. വീണ്ടും, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. തിന്മയിൽ നിന്ന്, ദുഷ്ടാരൂപിയിൽ നിന്ന് എന്നും അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ദുഷ്ടാരൂപി തന്നെയും തിന്മയാണ്. അവന്റെ പ്രവർത്തന ഫലമാണ് തിന്മ. തമ്മിൽ ഭേദമില്ലാത്തത് കൊണ്ട് ഇത് രണ്ടും യുക്തമാണ്. സുറിയാനിയിൽ ബിശ എന്ന വാക്കാണുള്ളത്. അത് പിശാച്ച് എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. സാത്താനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നത് അർത്ഥമാക്കുന്നു. തീർച്ചയായും സാത്താനിൽ നിന്നും, അവന്റെ ആഡംബരങ്ങളിൽ നിന്നും, ലോകത്തോടും അതിനോടുള്ള ആഗ്രഹങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം.
നന്മയായിട്ട് നമുക്ക് തോന്നിയ സകലതിനെയും പുച്ഛിച്ച ഒരു തമ്പുരാനാവുള്ളത്. അതാണല്ലോ അറപ്പുര നിറച്ച മനുഷ്യന്റെ അഹന്തയെ നോക്കി അരവയറിന് പോലും ഊണില്ലാത്ത ഒരു ആശാരി ചിരിച്ചതിന്റെ കഥ അല്ലേ? അപ്പൊ അതൊരു തിന്മയാണ്. നമുക്ക് നന്മയായിട്ട് തോന്നുന്ന ഒരുപാട് കാര്യം തിന്മയായിരിക്കും. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന വാക്ക് ഇത്തിരി കരുതലോടുകൂടെ നാം പ്രാർത്ഥിക്കണം. എനിക്ക് ആത്യന്തികമായ നന്മയിലേക്ക് നടന്നെടുക്കാൻ എന്നെ തടയുന്നത് എന്തും എടുത്തു കളയാൻ വേണ്ടി തമ്പുരാനോടുള്ള അനുവാദപത്രം കൊടുക്കലാണ്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം, സാത്താനിൽ ഞങ്ങളെ രക്ഷിക്കണം. തീർച്ചയായിട്ടും അതിന്റെ പ്രാഥമികമായ അർത്ഥം അത് തന്നെയാണ്. പക്ഷേ എന്നിലെ തിന്മയും ജ്ഞാനസ്നാനത്തിൽ എനിക്ക് ലഭിച്ച പ്രസാദവരത്തിന്റെ സംരക്ഷണത്തിന് വിഘാതമായി നിൽക്കുന്ന ഒന്നും കർത്താവെ എനിക്ക് വേണ്ടെന്നൊരു ഡിനൗൺസ്മെന്റ്, ഒരു ഡിറ്റാച്ച്മെന്റ്, അതും അത് അർത്ഥമാക്കും. ലോകത്തിന്റെ മായകളിൽ നിന്ന് തന്നെ സംരക്ഷിക്കണമേ എന്നൊരപേക്ഷയും അതിന്റെ ഉള്ളടരുകളിലുണ്ട്. വീണ്ടും മൂലപാപങ്ങളിൽ നിന്നും അതിന്റെ ബന്ധനങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, തീക്ഷ്ണത കുറവിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, മന്ദോഷ്ണ പ്രകൃതിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, പുത്രത്വത്തിന് ചേരാത്ത എന്റെ ആടയാഭരണങ്ങളെ ഊരിയെറിഞ്ഞ് കളയണമേ, എന്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെ അങ്ങ് പുനഃക്രമീകരിക്കണമേ, എന്റെ ആവശ്യങ്ങളുടെ പട്ടികയെ അങ്ങൊന്ന് പുനഃക്രമീകരിച്ചു തരണമേ, എന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും ഒന്നിലൊരു വ്യത്യാസമുണ്ടെങ്കിൽ അതൊന്ന് ക്രമീകരിച്ചു തരണമേ. ഇതെല്ലാം ഒരൊറ്റ വാക്കിൽ നമുക്ക് ഒതുക്കാം. ആപേക്ഷിക നന്മകളിൽ നിന്ന് അനശ്വര നന്മയിലേക്ക് എന്നെ നയിക്കണമേ. ആപേക്ഷിക നന്മകൾ, റിലേറ്റീവ് ഗുഡ്നസ്. എനിക്ക് നന്മയായി തോന്നുന്നതെല്ലാം എനിക്ക് ആത്യന്തിക നന്മയാകണമെന്നില്ല. നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുമ്പോൾ ഹൃദയത്തിനകത്തൊന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, എന്ത് നന്മയാ അവളാകത്ത്. സ്വന്തം ജീവിതകാലത്തിൽ നല്ലതിലൂടെ നടന്നു പോകാത്ത ഒരു അമ്മയാണ് നമുക്കുള്ളത്. ആത്യന്തിക നന്മയെ അവൾ കാക്ഷിച്ചിട്ടുള്ളൂ. ആപേക്ഷിക നന്മകളൊന്നും അവളെ സ്വാധീനിച്ചില്ല. ആപേക്ഷികമായിട്ട് മുഴുവൻ കഷ്ടപ്പാടല്ലായിരുന്നോ, ബുദ്ധിമുട്ടല്ലായിരുന്നോ, അവഗണനയല്ലായിരുന്നു, പട്ടിണി, ദാരിദ്ര്യം, അല്ലെങ്കിൽ പിന്നെ ഒരാടിനെ ബലിയർപ്പിക്കേണ്ടിടത്ത് 2 ചെങ്ങാലി കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ദാരിദ്ര്യക്കാരന്റെ ഓപ്ഷനിൽ പോയി എന്നുള്ള ഒരൊറ്റ വാക്ക് മതി അവൾ അനുഭവിച്ച ആ ഒരു കഷ്ടതയുടെ ആഴമളക്ക്. ബാക്കി ഞാനൊന്നും പറയണ്ട, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവൾ എന്തേ ഇതൊക്കെ സംഗ്രഹിച്ചു വെച്ചു. എന്താ വിശുദ്ധ ലൂക്ക അത് മറക്കാതെ എഴുതി, അവൾ സംഗ്രഹിച്ചു എന്ന വാക്ക്. ഇതിനപ്പുറത്ത് ഒരാത്യന്തിക നന്മയുണ്ട് എന്നവൾ കണ്ടു. അവൾ അത് വിശ്വസിച്ചു. വിശ്വാസികളുടെ മാതൃക. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ മഹനീയമായ ആ മാതൃക നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ആപേക്ഷിക നന്മകളെ തൃണവൽഗണിച്ചുകൊണ്ട് ആത്യന്തിക നന്മയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പോയ അവൾ ബാക്കി എല്ലാത്തിനെയും മാറ്റി നിർത്തി. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ തിന്മ എന്താണ് എന്ന് ദൈവത്തിനെ അറിയൂ. ആ ദൈവത്തിന്റെ അറിവിൽ ഒരു കാര്യം ഉയർന്നു നിൽക്കുന്നു: സ്വർഗത്തിലുള്ള ദൈവത്തിന്റെ അടുത്തേക്ക് ഞാൻ പോകണം. ആ ആഗ്രഹം അവിടെ അവിതർക്കിതമായി അവിഛിന്നമായി നിൽക്കുന്നു. അതിനു വേണ്ടിയുള്ള ജീവിതത്തിന്റെ അനുരൂപപ്പെടുത്തലാണ് നമുക്കിവിടെ ആവശ്യമായിരിക്കുന്നത് എന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, നമ്മെ അത് നിരന്തരം പിന്തുടരും. അവസാനത്തെ വാക്കുണ്ട്:
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. തീർച്ചയായും അത് ആരാധനാക്രമപരമായ ഒരു അനുരൂപണം. അതങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നല്ല. സഭ അതിന്റെ ആത്മാവിലേക്ക് ഈ അഭിനിവേശം, ഈ ഒരു ആധ്യാത്മികത, സ്വർഗസ്ഥനായ പിതാവിന്റെ ആധ്യാത്മികത സ്വീകരിച്ച് ആരാധനാക്രമത്തിലേക്ക് അത് ഉൾച്ചേർത്തുകൊണ്ട് അതിമനോഹരമായ ഒരു ആരാധനയാക്കി അതിനെ മാറ്റിയതിന്റെ, ജീവിതത്തിന്റെ വിശ്വാസക്രമത്തിന്റെ ഭാഗമായി ഇതിനെ മാറ്റിയതിന്റെ നിസ്തുലമായ ഉദാഹരണമായി ഈ വാക്യം നിൽക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നസറേത്തിൽ അന്ന് ജീവിച്ച, ഗലീലായിലൂടെ നടന്ന, അവിടെ എവിടെയും ഒരു മനുഷ്യനെ പോലെ ജീവിച്ച, മനുഷ്യനായി ജീവിച്ച അവിടുന്ന് അന്ന് അവരെ പഠിപ്പിച്ച പ്രാർത്ഥന ഇന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രാർത്ഥന. ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് നമുക്ക് ഒരിക്കൽ ഒന്ന് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കാണിച്ചേ ഉജ്ജ്വലമായിരുന്നു യോണിച്ചായ, അത്യുജ്വലം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനോഹരമായിട്ട് ചെയ്തു. ദൈവത്തിന് നന്ദി. ഇന്ന് കുറെ പേരുണ്ടല്ലോ, 12 പേർക്ക് അല്ലേ? കുഞ്ഞച്ചൻ സാറ്, മോളുടെ അമ്മ. കുറെ കാലം കൂടിയാണ് സമ്യക്കായിട്ട് കേൾക്കുന്നത്. പ്രത്യേകിച്ചും യോഡോറിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷ്യത്തെ വെച്ചിട്ടാണല്ലോ സംസാരിച്ചത്. അതെ, അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഷയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ദൈവോന്മുഖത എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കോർ. അതിന്റെ ആ ഒരു കാമ്പ് അതാണ്. അതിന്റെ അങ്ങോട്ടുള്ള ആ ഒരു എസ്കറ്റോളജിക്കൽ ഡയമെൻഷൻ ഓഫ് ലോർഡ്സ് പ്രയർ ആണ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അതെ. അതാ പിന്നെ അദ്ദേഹത്തിന്റെ ലിറ്റേർജിയാണ്. ഗംഭീര സാധനമാണ്.